മീറ്റ് ദ എഡിറ്റേഴ്സിലെ ഇന്നത്തെ ചർച്ചയിലേക്ക് കടക്കും മുൻപ് ഇന്ന് ചിലർ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഉന്നയിച്ച ചില ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് റിപ്പോർട്ടറിൻ്റെ MDയും മാനേജിംഗ് എഡിറ്ററുമായ ആന്റോ അഗസ്റ്റിൻ. ഒട്ടേറെ ചോദ്യങ്ങൾ ഇപ്പോൾ ചില മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട്. 126 കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന ഒരു പരിപാടിയായിരുന്നു മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവന്ന് കളിപ്പിക്കാനുള്ള പരിപാടി. സർക്കാരിൻ്റെയോ ജനത്തിൻ്റെയോ ഒരു രൂപയെങ്കിലും നഷ്ടമായിട്ടുണ്ടോ ഈ ഇടപാടിൽ? പണം നൽകിയതിന് രേഖയുണ്ടോ? RBI അനുമതി നൽകിയിട്ടുണ്ടോ? കേന്ദ്രാനുമതി ഈ ഇടപാടിനുണ്ടോ? കായിക മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ടോ? ധനമന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടിയാണോ ഈ ട്രാൻസാക്ഷൻ നടന്നത്? അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഈ ഇടപാട് അറിഞ്ഞിരുന്നോ? അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് സർക്കാരിലേക്ക് കത്ത് വന്നിരുന്നോ? അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ വെബ്സൈറ്റിൽ ഈ കളിയുടെ വിശദാംശങ്ങൾ, കളിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സൂചന നൽകിയിരുന്നോ? ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേര് കൂടി കേട്ടു. ആ സ്ഥാപനവുമായി എന്താണ് ബന്ധം? ഇത്രയും ചോദ്യങ്ങൾക്ക്, ഇത് കൂടാതെയും മറ്റു ചില ചോദ്യങ്ങൾക്ക് കൂടി ആന്റോ അഗസ്റ്റിൻ നേരിട്ട് മറുപടി പറയും. നേരിട്ടു തന്നെ. ഒരു ചോദ്യത്തിൽ നിന്നും ഒളിച്ചോടാൻ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉദ്ദേശിച്ചിട്ടില്ല. ആന്റോ അഗസ്റ്റിൻ, ഗുഡ് ഈവനിങ്, വെൽക്കം. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. 126 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന പത്രം ഇന്ന് രാവിലെ വാർത്ത അടിച്ചിരിക്കുന്നത്. ഈ 126 കോടിയുടെ തട്ടിപ്പ് നടന്നത് എങ്ങനെയാണ്? തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? ഇന്നത്തെ മനോരമയുടെ വാർത്ത ഇതാണ്. വാർത്ത എന്ന് പറയുന്നത് എന്താണ്? 126 കോടി ഭൂം എന്നാണ്. ഈ ഭൂമായ പൈസ ആരുടേതാണ്? സർക്കാരിൻ്റെ ആണോ? സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ നഷ്ടപ്പെട്ടിട്ടില്ല. മനോരമയുടെ ആണോ? 1 രൂപ നഷ്ടപ്പെട്ടിട്ടില്ല. കേരളത്തെ ജനങ്ങളുടെ ആണോ? 1 രൂപ നഷ്ടപ്പെട്ടിട്ടില്ല. 126 കോടി രൂപ നഷ്ടപ്പെട്ടത് എൻ്റെയാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെയാണ്. അപ്പം ഈ 126 കോടി രൂപ ഭൂം എന്ന് പറയുന്ന സമയത്ത് ജനങ്ങൾ വിചാരിക്കുക എന്താണ്? ജനങ്ങൾ വിചാരിക്കുക സർക്കാരിൻ്റെ പണം നഷ്ടപ്പെട്ടു, ജനങ്ങളുടെ ഭക്ഷണം നഷ്ടപ്പെട്ടു, എന്തോ ഒരു വലിയ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മനോരമയുടെ വായിച്ച ഫസ്റ്റത്തെ ഒരു ഭാഗം വായിക്കാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മെസ്സിയെയും അർജന്റീനയും ഫുട്ബോൾ ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ് നടത്തിയിരുന്ന കോടികളുടെ തട്ടിപ്പും. എന്താണ് ഈ കോടികളുടെ തട്ടിപ്പ്? അത് മനോരമയോ അല്ലെങ്കിൽ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളോ വ്യക്തമാക്കണം. എന്ത് തട്ടിപ്പാണ് ഇതിൽ നടന്നത് എന്നുള്ളത്. കാരണം ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ ഏതെങ്കിലും തട്ടിപ്പ് കിടക്കണമല്ലോ, എന്തെങ്കിലും ഒരു തട്ടിപ്പ് കിടക്കണമല്ലോ. ആരുടെയെങ്കിലും പണം പോയതായിട്ടൊരു കംപ്ലയിൻറ്റ് വേണമല്ലോ. ഏതെങ്കിലും ഒരു ആളുടെ പണം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു പരാതി പറയണമല്ലോ. സർക്കാരിൻ്റെ പണം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടികൾക്ക് വരെ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് വരെ സർക്കാരിൻ്റെ പണം പോയെന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോ? ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയുകയാണ് കോടികളുടെ തട്ടിപ്പ് നടന്നു എന്ന് പറയുകയാണ്. വേറൊരു കാര്യം, അകത്തും പുകത്തും സ്പോൺസർ എന്ന് പറഞ്ഞിട്ട് വേറൊരു കണ്ണികയിൽ ഒരു സംവിധാനം കൊടുത്തിരിക്കുകയാണ്. ഈ അർജന്റീന ടീം വരാൻ തയ്യാറാണെന്നും അതിന് മുഴുവൻ സാമ്പത്തിക സഹായം നൽകാമെന്നും അറിയിച്ച് കളമശ്ശേരി ആസ്ഥാനമായി ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന സ്ഥാപനത്തിൽ 2023 സർക്കാരിലേക്ക് ആദ്യം കത്തയച്ചിരുന്നു. അതിന് 20 ദിവസം മുൻപ് മാത്രമാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തതെന്നും ഈ 1 ലക്ഷം രൂപ മാത്രമായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ മൂലധനമെന്നും സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. പിന്നീട് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന അതേ മേൽവിലാസത്തിൽ തന്നെയാണ് മേൽപ്പറഞ്ഞ സ്ഥാപനം പ്രവർത്തിച്ചതെന്നാണ് പറയുന്നത്. ഈ മേൽവിലാസത്തിൽ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല. ഞങ്ങൾ ആ കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മേൽവിലാസത്തിൽ എന്താ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു കമ്പനിയില്ല. ഇത് തെളിയിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. ഇത് തെളിയിക്കുകയാണെങ്കിൽ. കാരണം അങ്ങനെ ഒരു കമ്പനിയില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയിൽ അങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തില്ല. പിന്നെ ഈ മനോരമ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത കൊടുക്കുക? ഇങ്ങനെ ഒരു വ്യാജ വാർത്ത കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്ന് പറയണ്ടല്ലേ? അടുത്ത എന്താണ് പറയുന്നതെന്ന് അറിയോ? അടുത്ത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്പോൺസർഷിപ്പ് നൽകിയെന്ന് പറഞ്ഞാൽ 25 കോടികളുടെ രേഖകളൊന്നുമില്ല എന്നാണ് പറയുന്നത്. ആരോടാണ് രേഖകളുണ്ടോ എന്ന് ചോദിച്ചത്? എന്നോട് ചോദിച്ചോ? ആരോടെങ്കിലും ചോദിച്ചോ രേഖകളുണ്ടോ എന്ന്? ഞാൻ ഇവിടുന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി വെച്ച എഗ്രിമെൻ്റാണിത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് തമ്മിൽ വെച്ച എഗ്രിമെന്റ്. അതായത് ക്ലാരിറ്റി വരുത്തേണ്ടത്, സർക്കാരുമായിട്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കരാർ വെച്ചതിൻ്റെ രേഖകളില്ല എന്നാണ് പത്രം പറയുന്നത്. ഈ പണമിടപാട് നടത്തിയതിൻ്റെ രേഖകൾ യഥാർത്ഥത്തിൽ സൂക്ഷിക്കേണ്ടത് സർക്കാരാണോ പണം മുടക്കിയ താങ്കളാണോ? അല്ല, ഈ എഗ്രിമെന്റ് ആരുമായിട്ടാണ് വെച്ചിരിക്കുന്നത്? റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തമ്മിലാണ്. ഗവൺമെന്റുമായിട്ടല്ല. അപ്പൊ ഗവൺമെന്റുമായിട്ട് കരാറില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗവൺമെന്റുമായിട്ടല്ലല്ലോ കരാറല്ല. നമ്മളോട് ചോദിക്കണ്ടേ ഈ കരാറുണ്ടോ? ഇങ്ങനെ ഒരു കരാറുണ്ടോ? ഏത് അടിസ്ഥാനത്തിലാണ് പണം അയക്കുന്നത് ചോദിക്കണ്ടേ?
ചോദിച്ചിട്ടില്ല. ഇതാണ് എഗ്രിമെന്റ്. എഗ്രിമെന്റ് എന്താണ്? അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ടുള്ള എഗ്രിമെന്റ് ഇതാണ്. അവർ ഈ എഗ്രിമെന്റുകളെല്ലാം നമുക്ക് സ്ക്രീനിൽ തന്നെ കാണിക്കാവുന്നതാണ്, ലൈവായി തന്നെ. അല്ല, ഇതിലൊരു പ്രശ്നം അരുൺ സാറേ, ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ എഗ്രിമെന്റ് എല്ലാം നമുക്ക് ലീഗൽ വാല്യൂഡ് ആണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഇത് ഇന്റർനാഷണൽ ആർബിട്രേഷൻ കോർട്ടിൽ കേസ് കിടക്കുകയാണ്. അവിടെ ബൈൻഡിങ് ആണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രേഖകളൊന്നും എല്ലാം നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഉള്ളതാണ്. ഇതെടുത്തിട്ട് നമുക്ക് അങ്ങനെ പുറത്ത് കാണിക്കാൻ കഴിയില്ല. കാരണം അത് വയലേഷൻ ആവും. കാരണം കേസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പണം പോയി എന്ന് പറയുന്ന, ഈ ബും എന്ന് പറയുന്ന പണം തിരിച്ചു കിട്ടണ്ടേ എനിക്ക്? ഈ മുടക്കിയ സ്ഥാപനത്തിൽ കിട്ടണ്ട തിരിച്ച്. അത് കിട്ടണമെങ്കിൽ ആരുമായിട്ട് കേസ് നടത്തണം? അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേസ് നടത്തണം. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് അതിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവിടെ പറയുകയാണ് എന്ത്, ഈ പറയുന്ന ഏത് ഡോക്യുമെൻ്റ് ആണ് എഴുതുന്നത്. ഇനി ഒരു രസം, ഞാൻ ഏറ്റവും സിമ്പിളായ ഒരു കാര്യം പറയാം. ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടേതായിരുന്നു, സർക്കാരിൻ്റെ? എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ്? അല്ല, ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത് ഞാൻ പറയുന്നത് എൻ്റെ കയ്യിൽ വരുന്നത് 2024 എനിക്ക് തോന്നുന്നു 2023 ഈ പറയുന്ന ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തതൊക്കെ. ആദ്യത്തെ ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു, ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ. അവരുമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചു എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ് എഗ്രിമെൻറ്റ് വെച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എഗ്രിമെൻറ്റ് വെച്ചു, അവരുമായിട്ട് ധാരണയായി. സർക്കാരും അർജന്റീനയും എന്താണ് ഈ അസോസിയേഷനും, ഈ ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷനും AFA തമ്മിൽ എഗ്രിമെൻറ്റ്. അവിടെയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും ഈ പറഞ്ഞ ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ തമ്മിലാണ് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്, സർക്കാരുമായിട്ടല്ല. അതിനുശേഷം അവർക്ക് പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന് മുൻപ് ആരോ ഉണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്കതിന് ധാരണയില്ല. പക്ഷേ ഇതിന് ശേഷം സർക്കാരാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കേരളത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു. നമ്മൾ സഹായിക്കാം എന്നുള്ള ലെറ്റർ മുഖാന്തരം നമ്മൾ അങ്ങോട്ട് മറുപടി കൊടുത്തു. ലെറ്റർ മുഖാന്തരം അങ്ങോട്ട് മറുപടി കൊടുത്തതിന് ശേഷമാണ് ഈ പ്രൊസീജിയർ. അല്ലാതെ ഇത് ആൻഡ് ഓഗസ്റ്റിൻ്റെയോ റിപ്പോർട്ടർ പോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഒരു പ്രൊജക്റ്റ് അല്ലല്ലോ, സർക്കാരിൻ്റെ പ്രൊജക്റ്റാണ്. സർക്കാർ നടത്താൻ തീരുമാനിക്കുന്നത്. സർക്കാർ LDF സർക്കാരാണോ UDF സർക്കാരോ എന്നുള്ളതല്ലോ. സർക്കാർ എന്ന് പറയുന്ന കണ്ടിന്യൂഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരള സർക്കാരുമായിട്ടാണ് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്. അല്ലാതെ പിണറായി വിജയനായിട്ട് നേരിട്ടോ അല്ലെങ്കിൽ LDF ആയിട്ടോ CPM ആയിട്ടോ അല്ലല്ലോ. ഞാൻ സർക്കാരുമായിട്ടാണ്. സർക്കാരുമായിട്ടുള്ള ധാരണ, സർക്കാരാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടോ, നടത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. സർക്കാരിന് നടത്താം എന്ന് പറയുന്നത് നമ്മൾ സമ്മതിക്കുകയും അതിനനുസരിച്ച് അവരുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കാൻ അനുമതി, സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ് എഗ്രിമെൻറ്റ് വെക്കുന്നത് കേട്ടോ. സർക്കാരിൻ്റെ അനുമതി നമ്മൾ ചോദിച്ചു, സർക്കാരിൻ്റെ അനുമതി വാങ്ങി, സർക്കാരിൻ്റെ അനുമതിയോടുകൂടി എഗ്രിമെൻറ്റ് വെക്കുന്നു. എഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പ്രൊസീജിയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സംശയം, ഈ സർക്കാർ റിപ്പോർട്ടർ TVക്ക് അനുമതി കൊടുക്കുമ്പോൾ ഈ മെസ്സിയെ കൊണ്ടുവരാമെന്ന താല്പര്യവുമായിട്ട് മനോരമയോ ഏഷ്യാനെറ്റോ 24 അങ്ങനെ ഏതെങ്കിലും ചാനലുകൾ ഉണ്ടായിരുന്നു? കേരളത്തിലെ ഒരു അരുൺ സാർ, ഇതൊരു വലിയ എമൗണ്ട് വരുന്ന കാര്യമാണ്. ഇത് ചെറിയ പൈസയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. സർക്കാർ എല്ലാവരോടും സമീപിച്ചിട്ടുണ്ടാവുക, നമ്മളോട് മാത്രമല്ല. നമ്മളെന്ന് പറയുന്നത് എന്താ, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് വന്ന സ്ഥാപനമാണ്. നമ്മളെക്കാളൊക്കെ മുൻപ് എല്ലാവരെയും സമീപിച്ചിട്ടുണ്ടാവാം. ഒരു സംവിധാനം സമീപിക്കാന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് ഇവൻ്റ് ആണെന്നേ. ഈ പ്രൈവറ്റ് ഇവൻ്റ് അർജന്റീന ഏതെങ്കിലും രാജ്യമായിട്ട് എഗ്രിമെൻറ്റ് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു രാജ്യമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല. അവരെല്ലാവരും അവിടുത്തെ പ്രൈവറ്റ് ഇവൻറ്റുമായിട്ടേ ചെയ്യുള്ളൂ. കാരണം എന്താണ്, ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സ്മൂത്താകാൻ വേണ്ടിയിട്ട്. കാരണം ഈ അപ്രൂവൽ പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വളരെ സമയം മുന്നോട്ട് പോകും, മനസ്സിലായോ? അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന സംവിധാനം ഈ പ്രൈവറ്റ് കമ്പനികളുമായിട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനമായിട്ട് അവർ വില്ലിങ്ങേ ഉള്ളൂ. അപ്പോൾ അവരുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം എന്താണ്, ഇത് നമ്മൾ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പണം അയക്കണമല്ലോ. പണം അയക്കാൻ നമുക്ക് എങ്ങനെയാണ് പറ്റുക? ഇവിടുന്ന് വേറെ ഇന്ത്യയിലൊരു ബാങ്കിൽ തമ്മിലല്ലോ ട്രാൻസാക്ഷൻ നടക്കുന്നത്. വേറൊരു രാജ്യത്തെ ബാങ്കിലേക്കാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വേറെ രാജ്യത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണേ എന്തൊക്കെയാണോ? ഞാൻ സ്ട്രേറ്റ് ആയിട്ട് ചോദിച്ചോട്ടെ, ആൻഡ് ശരിക്കും പണം അയച്ചു? അതാണ് ഞാൻ പറയാം, പണം അയച്ചതിൻ്റെ റെസിപ്റ്റാണിത്. ഇതാ പണം അയച്ചത് SBIൻ്റെ റെസിപ്റ്റ്. ഇതാ ഇനി അവർ പൈസ കിട്ടിയെന്ന് പറഞ്ഞ് റെസിപ്റ്റ് അങ്ങനെ ഉണ്ടോ? അവർ പിണറായി വിജയൻ ഡയറക്റ്റ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡയറക്റ്റ് അയച്ചു. ഒഫീഷ്യൽ കൺഫർമേഷൻ ഓഫ് അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം മാച്ച് ഇൻ കേരള എന്ന് പറഞ്ഞ ഒഫീഷ്യൽ കൺഫർമേഷൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പണം കിട്ടിയതിന് ശേഷം അവർ അയച്ചേക്കാണ്. അത് മത്സരം കളിക്കാൻ അതാ ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുന്നു, നവംബർ 17 2025. നവംബർ 17, 2025 മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് ആരയച്ചിട്ട് നോക്കുക. ഇതാ നോക്കിക്കോളൂ, ക്ലൗഡിയോ ടാപ്പിയ, പ്രസിഡന്റ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. നേരിട്ട് അവർ കളിക്കാൻ. ഇതിലാണ് പറയുന്നത് അങ്ങനെ ഒരു സംവിധാനം തന്നെ അറിഞ്ഞിട്ടേ ഇല്ല. അവിടെ N പ്രശാന്ത് കണ്ടിട്ടില്ലേ? അല്ല, അവർക്കത്തെ എല്ലാം ഉണ്ടെന്നേ. ഇത് ഞാൻ പറയുന്നത്, ഇത് ആരെയാണ് സാറേ, ആരെയാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഇത് നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല. അതിലേക്ക് ഞാൻ വരാം. ഒരു കാര്യം കൂടി, ഈ ഇത്രയും പണം വിദേശത്തേക്ക് അയക്കുമ്പോൾ, ഒരു ഫുട്ബോൾ ഫെഡറേഷൻ അയക്കുമ്പോൾ അതിനായിട്ടുള്ള അനുമതി, അതിപ്പോൾ ഫൈനാൻസ് മിനിസ്റ്ററുടെ അനുമതി, സ്പോർട്സ് മിനിസ്റ്ററുടെ അനുമതി, RBI അനുമതി, അത് സംബന്ധിച്ചുള്ള നമുക്ക് കേരള ഗവൺമെൻറ് ഓഫ് 2 ഉത്തരവ് വന്നു. ഒന്ന്, നമ്മളെ സൈൻ ചെയ്യാൻ അനുമതി, ഏത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സൈൻ ചെയ്യാൻ അനുമതി. രണ്ടാമത്, കളി നടത്താനുള്ള അനുമതി. മൂന്നാമത്, കേന്ദ്ര സ്പോർട്സ് മിനിസ്റ്റർക്ക് ഇവിടുന്ന് ലെറ്റർ അയക്കുന്നു. എന്ത്, ഈ എഗ്രിമെൻറ്റ് പ്രകാരം, ഈ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി അടക്കം സ്പോർട്സ് മിനിസ്റ്റർക്ക് കൊടുക്കുന്നു. സ്പോർട്സ് മിനിസ്റ്റർക്ക് കൊടുത്തിട്ട് സ്പോർട്സ് മിനിസ്റ്റർ പറയും ഈ എഗ്രിമെൻറ്റ് പ്രകാരം ഇന്ത്യക്ക് പുറത്തേക്ക് പണം അയക്കണം എന്ന് പറയുന്നു. സ്പോർട്സ് മിനിസ്ട്രി അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നു. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി വേണമെന്ന് പറഞ്ഞു. ഫിനാൻസ് അനുമതി തിരിച്ച് ആർക്ക് കൊടുക്കുന്നു? സ്പോർട്സ് മിനിസ്ട്രിക്ക് അനുമതി. ഏത് കമ്പനിക്കാണ്?
ഇതിൻ്റെ കളക്ഷൻ ഏജൻറ്റ് എന്ന് പറയുന്നത് ഈ അഗ്രിമെൻറ്റിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു കളക്ഷൻ ഏജൻറ്റ് വെച്ചിട്ടുണ്ട്. ലോകത്തെ എല്ലാ പൈസയും ആ കളക്ഷൻ ഏജൻറ്റാണ് അർജന്റീനേൻ്റെ വാങ്ങുന്നത്. ആ അർജന്റീനയുടെ അസോസിയേഷനിലേക്ക് പണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആര് കൊടുക്കുന്നത്? ഈ പണം ഇത് അയക്കുന്നത്. ഇത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ പണം അയക്കാൻ ടോർപിഡൻഡോർ എന്ന് പറയുന്ന കമ്പനിയാണ്. ടോർപിഡൻഡോർക്ക് പണം അയച്ചോളാൻ പറഞ്ഞിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പോർട്സ് മിനിസ്ട്രിക്ക് അനുമതി കൊടുക്കുന്നു. സ്പോർട്സ് മിനിസ്ട്രി അത് ഡയറക്റ്റ് RBIക്ക് കൊടുക്കുന്നു. എന്താണ് 15 ബില്യൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്താം. ഞാൻ PCR കൊടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ പ്ലേ ചെയ്യാവുന്നതാണ്. അത് പ്ലേ ചെയ്യാവുന്നതാണ്. കാരണം ആ PCR അത് കൊടുത്തിരിക്കാനാണ് ഇത് നോക്കിക്കോളൂ. RBIയിലേക്ക് ഡയറക്റ്റ് ഇത് നോക്കിക്കോളൂ. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ത്രൂ ദ ഫേം ടോർപിഡൻഡോർ LLC അപ് ടു ക്യാപ് 15 മില്യൺ നെറ്റ് ആൻഡ് ടാക്സ് ഫ്രീ, ടാക്സ് ഇല്ലാതെ 15 കോടി രൂപ അയക്കാമെന്ന് ആര് അനുമതി കൊടുത്തു? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർക്ക് കൊടുക്കുകയാണ്? ഈ പറഞ്ഞ RBIക്ക് കൊടുക്കുകയാണ്. നമ്മൾ അതുപ്രകാരം നമ്മൾ കാണിക്കുന്നുണ്ടോ? അതുപ്രകാരം നമ്മൾ പണം ആർക്ക് അയക്കുന്നു? അർജന്റീന. ഈ ടോർപിഡൻഡോർ ആരെയാണ്? ടോർപിഡൻഡോർ എന്ന കമ്പനി. ടോർപിഡൻഡോർ കേന്ദ്രം അനുമതി തന്ന കമ്പനിയാണ്. അതുമാത്രമല്ല ഈ എഗ്രിമെൻറ്റ് മെൻഷൻ ചെയ്ത കമ്പനി അതാണ്. നമുക്ക് അവർക്കേ പണം അയക്കാൻ പറ്റുള്ളൂ, വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് അയക്കാൻ പറ്റില്ലല്ലോ. ആ പണത്തിലേക്ക് നമ്മൾ പണം അയക്കുന്നു മാത്രമല്ല, എന്നിട്ട് ഈ റിപ്പോർട്ടിൽ പറയുകയാണ് നമ്മൾ പണം അയച്ചിട്ടില്ല എന്ന് പറയുകയാണ്. റിപ്പോർട്ടിൽ നിന്ന് പണം അയച്ചിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നതോടൊപ്പം തന്നെ ഈ BD സതീശൻ്റെ കീഴിലുള്ള ധനവകുപ്പ് നമുക്ക് GST നോട്ടീസ് അയക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട്? നോട്ടീസ് എന്താണ്? GST നോട്ടീസ് അയക്കുന്നത് നമുക്ക് നിങ്ങൾ അയച്ച പണത്തിന് GST അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. ഒരു ഭാഗത്ത് സർക്കാർ പറയുന്നു, മനസ്സിലായില്ല. ഒരു ഭാഗത്ത് ഇപ്പൊ സർക്കാരിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അതെ പണമടച്ചതിന് രേഖയില്ലെന്ന്. മറുഭാഗത്ത് അതേ സർക്കാർ പറയാണ് നിങ്ങൾ ഈ പണം അയച്ചതിന്റെ GST അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ GSTയുടെ രസം എന്താണെന്നറിയോ? ആ GSTയിൽ എമൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല, എത്ര പൈസ GST അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എൻക്വയറിയാണ്. നോക്കിയോ, ശാലിനി KK മേക്ക് എൻക്വയറി ഇൻ കണക്ഷൻ വിത്ത് നോൺ പേയ്മെന്റ് ഓഫ് GST അഡ്വാൻസ് പെയ്ഡ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിമിറ്റഡ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എൻക്വയറി ദ കൺസിഡർ അറ്റൻഡൻസ് നെസസറി ഗീവ് ദ എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് പണം അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഹാജരാക്കാൻ പറഞ്ഞിട്ട് GST നമുക്ക് നോട്ടീസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഈ നോട്ടീസ് തരുന്ന സമയത്ത് മാധ്യമങ്ങൾ വാർത്തയാക്കാണ് GST 26 കോടി രൂപ അടയ്ക്കാൻ പറഞ്ഞിട്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് നോട്ടീസ് കൊടുത്തു. ഇതെങ്ങനെയാണ് ഈ 26 കോടി എവിടെ നിന്ന് കിട്ടിയത്? ഒരു മാധ്യമം 22 കോടി എന്ന് പറയുന്നു, ഒരു മാധ്യമം 26 കോടി എന്ന് കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു മാധ്യമം എഴുതി കാണിക്കാണ്ട് ആൻഡോ അഗസ്റ്റ്യൻ കോടതിയിൽ കീഴടങ്ങി എന്ന് പറഞ്ഞിട്ട്. ഏഷ്യനെറ്റ് എന്ന് പറഞ്ഞ മാധ്യമം എഴുതി കാണിക്കുക. ഞാനിവിടെ ഇത് ചർച്ച നടത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏഷ്യനെറ്റ് നിങ്ങൾ ടിക്കറ്റിൽ നോക്കൂ. റിപ്പോർട്ട് ആൻഡോ അഗസ്റ്റ്യൻ കോടതിയിൽ ഹാജരായി, അല്ല കോടതിയിൽ കീഴടങ്ങി എന്ന് പറഞ്ഞിട്ട്. ആ ആൻഡോ അഗസ്റ്റ്യനാണ് ഈ ഇരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. നോൺ വെയിലുവൽ വാറണ്ട് പുറപ്പെടുപ്പിച്ചു കോടതി. എവിടുന്നാണ് കിട്ടുന്നത്? അരുൺ സാറേ, ഞാൻ എന്താ സംഭവിച്ചത്? ഞാൻ പറയുന്നത് വേറെ. ഇപ്പോൾ മുട്ടിൽമരമുറി കേസിലാണ് പറയുന്നത്. ഞാനിപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ വക്കീലിനോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വാറണ്ട് ഉള്ളതായിട്ട് അറിയില്ല. ഞാൻ നേരെ കോടതിയിൽ പോയി. കാരണം ഇങ്ങനെ ഒരു വാറണ്ട് ഞാൻ അറിയണമല്ലോ. കോടതിയിൽ പോയി. ഞാൻ കോടതി ചെന്നുമ്പോൾ അങ്ങനെ നോൺ വെയിലബിൾ വാറണ്ട് ഇല്ല. പക്ഷേ കഴിഞ്ഞ ഡേറ്റിന് ഞാൻ ഹാജരായിട്ടില്ല, അത് ശരിയാണ്. പക്ഷേ വാറണ്ട് ഇല്ല. നോൺ വെയിലബിൾ വാറണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വാറണ്ട് അവിടെ റദ്ദാക്കണമല്ലോ, എനിക്ക് കിട്ടിയ ജാമ്യം അവിടെ റദ്ദാക്കണമല്ലോ, ഞാൻ വേറെ ഒരു ജാമ്യക്കാരെ കൊണ്ട് പോയി ജാമ്യം എടുക്കണമല്ലോ. അടുത്ത ഡേറ്റ് എന്ന് പറഞ്ഞാൽ 8-ാം തീയതിയാണ്. ഞാനത് ഇന്ന് തന്നെ ഹാജരായി. എനിക്ക് 8-ാം തീയതി ഹാജരാകാൻ പറ്റില്ല. അപ്പോൾ 13-ാം തീയതിയിലേക്ക് കേസ് വെച്ചു. അത് പറയുന്നത് എന്താണെന്നറിയോ? തലേദിവസം രാവിലെ തന്നെ ഒരു കേസ് അങ്ങ് പുറത്ത് വാർത്തകൾ മുട്ടിൽമരമ്പൂർ കേസിൽ ആൻഡോ അഗസ്റ്റിന് നോൺ വെയിലബിൾ വാറണ്ട് പുറപ്പെടുവിച്ചു കോടതി എന്ന് പറഞ്ഞിട്ട് ഇടുകയാണ്. നോൺ വെയിലബിൾ വാറണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ജാമ്യം റദ്ദാക്കണ്ടേ? റദ്ദാക്കിയതിന് ശേഷം ബോയിലബിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജാമ്യക്കാരെ കൊണ്ട് ജാമ്യം എടുക്കണ്ടേ? ഞാൻ ജാമ്യക്കാരെ കൊണ്ട് പോയി ഇന്ന് ജാമ്യം എടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ പരിപാടി അവസാനിപ്പിക്കും. ഏഷ്യനെറ്റ് പറഞ്ഞാൽ മതി, മനോരമ പറഞ്ഞാൽ മതി, 24 പറഞ്ഞാൽ മതി. എത്ര കാർഡുകളാണ് ഇറക്കി വരുന്നത്? ഇങ്ങനെയുണ്ടോ ഒരു മാധ്യമപ്രവർത്തനം? ഇതെന്ത് മാധ്യമപ്രവർത്തനമാണ്? ഇതെല്ലാം വരുന്നത് ഒരു സോഴ്സിൽ നിന്നാണ്. ഒറ്റ സോഴ്സാണ്. ഞാൻ പറഞ്ഞത് GSTൻ്റെ GSTയിൽ നിന്നും പത്രക്കാർക്ക് കിട്ടി. നമ്മൾ മാധ്യമസ്ഥാപനമാണ് നടത്തുന്നത്. പത്രക്കാർക്ക് കിട്ടിയ പത്രക്കുറിപ്പ് കാണാം. അതറിയാം. അതിനകത്ത് 22 കോടി രൂപ ടാക്സ് വെട്ടിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഒരു ടീം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടും N പ്രസാദിൻ്റെ റിപ്പോർട്ട് ലീക്ക് ചെയ്യാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ റിപ്പോർട്ട് നേരിട്ട് ലീക്ക് ചെയ്യാണ്. എങ്ങനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് ലീക്ക് ചെയ്യുക? പർപ്പസ്ഫുള്ളി ലീക്ക് ചെയ്യാണ്. എന്നിട്ട് ഇതിനകത്ത് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ? സ്പോർട്സ് മന്ത്രിയെ കുറിച്ചാണ്. പക്ഷേ എന്താണ് മനോരമ എഴുതി വിടുന്നത്? ഈ പത്രത്തിൽ എന്താ എഴുതി വിടുന്നത്? നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത്? കേരളത്തിലെ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ ഭീഷണിപ്പെടുത്താം? ഞാൻ പറയുന്നത് ഭീഷണിപ്പെടുത്താൻ കുറ്റമൊന്നുമില്ല. ഞാൻ പറയുന്നത് നരേന്ദ്രമോദി ഇതിനേക്കാളും ഡീസൻ്റ് ആയിരുന്നു. കാരണം 4 വർഷമായിട്ട് ഈ സ്ഥാപനം നടന്നു പോകുന്നുണ്ടല്ലോ. കഴിഞ്ഞ 4 വർഷമായി ഈ സ്ഥാപനം നടന്നു പോകുന്നുണ്ട്. 90 ദിവസം ED സഹിക്കാൻ പറ്റുന്നില്ല. 90 ദിവസം. എനിക്കൊരു സന്തോഷം ഉണ്ടെന്നറിയോ? എനിക്ക് സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് കേരളത്തിലെ വേറെ ഒരു കേസും കിട്ടാഞ്ഞിട്ടാണല്ലോ ഇത് പൊക്കിയിട്ട് വന്നത്.
ആൻഡ് ഓഗസ്റ്റിൻ കേരള ഒരു മിനിറ്റ് സാറേ, ആൻഡ് ഓഗസ്റ്റിൻ കേരളത്തിൽ ഏതോ പിന്നെ വലിയ കേസാണ്, മുട്ടിൽ മരമുറിയാണ്, അതാണ് ഇതാണ് കോപ്പാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം പൂട്ടി കേരളത്തിന് സർക്കാർ അധികാരത്തിൽ വന്നെന്നറിയോ? റിപ്പോർട്ടർ ടി വി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൂട്ടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിലേക്ക് വരുന്നത് അല്ലേ? അധികാരിക്ക് പൂട്ടിക്കാനുള്ള സംവിധാനമാണോ ഇത്? പൂട്ടിക്കാനുള്ള സംവിധാനമാണിത്. ഏത് രേഖയാണ് ഹാജരാക്കേണ്ടത്? കേരളത്തിലെ ഇന്ത്യയിലെ നിയമ സംവിധാനത്തെയൊന്നും ഞാൻ വെല്ലുവിളിക്കാനില്ല. പക്ഷേ എന്താണ് ഒരു മാനുഷിക പരിഗണന, ഒരു ലെറ്റർ തരിക, ആ ലെറ്ററിന് മറുപടി കൊടുക്കാൻ പറയുക, മറുപടി കൊടുക്കുമല്ലോ. ഏത് രീതിയിലാണ്? അതാണ്. ഇനി ഇത് മാത്രമല്ല ഈ നമുക്ക് നവംബറിൽ അവർ കളിക്കാമെന്ന് പറഞ്ഞു വരുന്നു. അതിനുശേഷം അവർ തന്നെ പറയുന്നു ഞങ്ങൾ മാർച്ചിൽ കളിക്കാൻ വരാം എന്ന് പറയുന്നു. ഇതിനെല്ലാം കറസ്പോണ്ടൻ്റായി മെയിലുണ്ട് കേട്ടോ. മെയിലും കമ്മ്യൂണിക്കേഷനും വീഡിയോ കോൺഫറൻസും ഒക്കെ ഉണ്ട്. അതെന്താണ്? നമ്മൾ അവരോട് പറയുന്നു ശരി നിങ്ങൾക്ക് മാർച്ചിൽ കളിക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ സമയത്ത് മാർച്ചിൽ കളിക്കാൻ വരുന്ന ഉറപ്പ് നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷേ നവംബറിൽ കളിക്കാൻ പറ്റും നമ്മൾ ഉറപ്പ് പറഞ്ഞു. കളിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഇതുമായി മുന്നോട്ട് പോകില്ല എന്ന് തന്നെ പറയുകയും ചെയ്തു അന്ന്. അതിനുശേഷം ഇവർക്ക് എന്ത് ചെയ്തു? അപ്പം നമ്മൾ ലീഗലി മൂവ് ചെയ്യാൻ പാടില്ല. ലീഗലി മൂവ് ചെയ്താൽ ഇവർ പ്രശ്നത്തിൽ പോകും. കാരണം ഇവർ ഓൾറെഡി ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കളക്ട് ചെയ്ത് എന്താണ് കളക്ട് ചെയ്തത്? ഈ അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണല്ലോ ഇവരെ ഏജൻസി എന്ന് പറഞ്ഞാൽ. അവിടെയും വലിയ നിയമമാണ്, ഇവിടെയും നല്ല നിയമമാണ്. അവർക്ക് അങ്ങനെ മാറിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് എങ്ങനെയും നീട്ടിക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ കളിക്കാൻ വരണം. ഒരു കാര്യം കൂടി ആൻറ്റോ കേസുണ്ട്. അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിൽ കളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ അർജന്റീന ടീം ഇത് അറിഞ്ഞിട്ടേ ഇല്ല എന്ന മട്ടിലാണ് ഇന്നിപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത്. നമുക്ക് ഒരു ദൃശ്യം കാണാം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ട്വീറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണൂ. ഇങ്ങനെയാണ് ഇത്. നമ്മൾ വലിയ രീതിയിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത് ഈ ട്വീറ്റ് വന്നതിന് ശേഷമാണ്. നോക്കൂ, മറ്റൊരു രാജ്യത്തോടൊപ്പം അങ്കോള എന്ന രാജ്യത്തോടൊപ്പം കേരളത്തിൽ കളിക്കാൻ വരുന്നു എന്നുള്ളതാണ് ഈ ട്വീറ്റിൽ ഉണ്ടായിരുന്നത്. അങ്കോളെ കളിച്ചു, കേരളത്തിൽ വന്ന് കളിച്ചില്ല. ഇത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ വേരിഫൈഡ് പേജിൽ നിന്നാണ്. ഈ വേരിഫൈഡ് പേജിൽ നിന്ന് ഇങ്ങനെ ഒരു ഉറപ്പ് കിട്ടുമ്പോൾ എങ്ങനെയാണ് മനോരമയ്ക്കും മറ്റു മാധ്യമങ്ങൾക്കും ഇതൊരു അർജന്റീന അറിയാത്ത നടപടിയാണ്, അർജന്റീന അറിയാത്ത ഇടപാടാണ് എന്ന് പറയാൻ കഴിയുക? പച്ചക്കള്ളം എങ്ങനെയാണ് പ്രചരിപ്പിക്കാൻ കഴിയുക? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വരാന്ന് പറഞ്ഞ ഒഫീഷ്യൽ രേഖ അയച്ചേക്കാണ്. ഈ ലെറ്റർ സിഎമ്മിന്റെ ഓഫീസിൽ ഇപ്പോഴും ഉണ്ടാവില്ലേ? ഇത് അരുൺ സാറേ, ഇതിൽ ഏത് ഡോക്യുമെന്റ് ആണ് അവിടെ ഇല്ലാത്തത്? ദ പ്രിൻസിപ്പൽ സെക്രട്ടറി തിരുവനന്തപുരം ടു ഫിനാൻസ് മിനിസ്ട്രി അയച്ച ലെറ്റർ. ഇതാ ഫിനാൻസ് മിനിസ്ട്രി തിരുവനന്തപുരത്തേക്ക് അങ്ങോട്ട് ഡൽഹിക്ക് അയച്ച ലെറ്റർ. ഇതെല്ലാം ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ? ഇതാ എഗ്രിമെന്റ്, ഇതാ സർക്കാർ ഉത്തരവ്, ഇതാ പിണറായി വിജയന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രിക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇതാ പണം അയച്ച രേഖ. ഇതാണ് അടുത്തത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി കളി നടത്താനുള്ള അനുമതി തന്നുകൊണ്ടുള്ള രേഖ. ഇതാണ് ഏത് GST റിപ്പോർട്ട് സമൻസ്. ഇതിനകത്ത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ 22 കോടി രൂപ ടാക്സ് അടയ്ക്കണമെന്ന്? എനിക്ക് നോട്ടീസ് തന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ നേരിട്ട് എന്ന് കാര്യം പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുത്തു. നടന്നിട്ടില്ല, പണം നഷ്ടപ്പെട്ടു. അതിൽ GST എങ്ങനെ? കളി നടക്കാതെ എങ്ങനെ കേരളത്തിൽ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഒരു GST എന്ന് പറയുന്നത് സർവീസിനുള്ള ഇതാണല്ലോ. നമ്മൾ എന്ത് സർവീസാണ് എടുത്തത്? എന്ത് സർവീസ്? കേരളത്തിൽ കളി നടന്നോ GST അടയ്ക്കാൻ വേണ്ടിയിട്ട്? ഇതേ സർക്കാർ പറയുകയാണ് നിങ്ങൾ പണം അയച്ചിട്ടില്ല എന്ന്. ഇതേ സർക്കാർ ഇവിടെ നിങ്ങൾ പണം അയച്ച GST അടയ്ക്കാനും പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി ഇത് എവിടെയായി പോയി നിൽക്കുന്നതെന്ന്. ഇതെന്താണ്? അവർ നമ്മളോട് സോറി ചോദിച്ചിട്ട്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സോറി ചോദിച്ചിട്ട് ഞങ്ങൾക്ക് സെപ്റ്റംബറിലേക്ക് കളിക്കിലേക്ക് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് ഒഫീഷ്യൽ ലെറ്റർ അയച്ചേക്കുന്നു. എന്നിട്ട് ഈ ലെറ്ററിനാണ് ഞാൻ എവിടെ പോയത്? ഞാൻ ഇന്റർനാഷണൽ ആർബിട്രേഷൻ കോടതി സെപ്റ്റംബറിൽ വേണ്ട എന്ന് പറയാനുള്ള തീരുമാനത്തിന് കാരണമുണ്ട്. അതുകൊണ്ട് അല്ല, ഞാൻ പറയുന്നത് നമുക്ക് മാർച്ചിൽ കളി നടക്കണം. മാർച്ചിന് ശേഷം ഇലക്ഷനാണ്. ഇലക്ഷന് ശേഷം കളി നടത്താൻ കഴിയില്ല. മാർച്ചിൽ വിൻഡോയിൽ നടക്കാൻ കഴിയില്ല. മാർച്ച് 30-31 ആ സമയത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാം. നമുക്ക് കളി നടത്താൻ കഴിയില്ല. അപ്പോൾ അവർ തന്നെ നമ്മളോട് പറയുകയാണ് ശരി ഇലക്ഷൻ നടക്കാൻ കഴിയില്ലെങ്കിൽ ജൂണിൽ ലോകകപ്പ് വരികയാണ്. നമ്മൾ ആരുമായിട്ടാണ് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്? 2023 കൂടുതൽ ഏത് കപ്പ് ജേതാക്കളുമായിട്ടാണ് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്. 2026 കപ്പ് ജേതാക്കൾ അർജന്റീന അല്ലല്ലോ. അവരുമായിട്ട് നമുക്കൊരു കളി വെക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? 2026 ഞങ്ങൾക്ക് കളി വേണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർ നമ്മളോട് സോറി ചോദിച്ചിട്ട് ഞങ്ങൾ സെപ്റ്റംബറിൽ കളിക്കാൻ വരാം, അതിൻ്റെ കൂടെ അണ്ടർ 20 U20 നാഷണൽ ടീമിനെയും കൂടെ കൊണ്ടുവന്ന് കളിക്കാം, അതിന് പകരമായിട്ട് ഇതിന് നഷ്ടം വരികയാണെങ്കിൽ അതിനും കൂടെ നിങ്ങൾക്ക് ഇത് നഷ്ടം തരാം എന്ന് പറഞ്ഞിട്ട് അവർ ഞാൻ ഇതിനെ ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ കോടതിയിൽ പോയി. ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ കോടതി എന്ത് ചെയ്തു? 2 ആർബിട്രേറ്റർ ആണല്ലോ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ആർബിട്രേറ്റർ വെക്കണം, അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആർബിട്രേറ്റർ വേണം. 2 പേരെ അപ്പോയിൻറ്റ് ചെയ്തു. ഫസ്റ്റ് ഹിയറിംഗ് കഴിഞ്ഞു. സെക്കൻഡ് അവരുടെ കൗണ്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവരുടെ കൗണ്ടർ കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവരുടെ മൈൻഡ് സെറ്റ് നമുക്ക് അല്ലാതെ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? ഞങ്ങൾ കളിക്കാൻ വരാൻ തയ്യാറാണ്. കാരണം അവർക്ക് ഇപ്പം അവർ ജേതാക്കളല്ല, അതുകൊണ്ട് അവർ കളിക്കാൻ വരാൻ തയ്യാറാണ് എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ ഇൻഫോർമലി സംസാരിക്കുമ്പോൾ അവരെന്താ പറയാൻ പോകുന്നത്? അവർ പറയാൻ പോകുന്നത് ഞാൻ വിചാരിക്കുന്നത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഞങ്ങൾ കേരളത്തിൽ വന്ന് കളിക്കാൻ തയ്യാറാണ്
എന്നാണ് പറയാൻ പോവുക. അപ്പം നമ്മൾ അംഗീകരിച്ചാൽ നമുക്ക് കേരളത്തിൽ വന്ന് കളിക്കാൻ കഴിയും. അംഗീകരിച്ചില്ലെങ്കിൽ നമ്മുടെ പണം തിരിച്ചു തരേണ്ടി വരും. ഇത് നോർമലിയാണ്. കാരണം ഇത് ഇന്ത്യയിലെ റൂള് പ്രകാരം ഇന്ത്യയിലെ എല്ലാ അപ്രൂവൽസും RBI, ഫെമ, പിന്നെ ഇതൊരു ബാങ്ക്, SBI പോലത്തെ ഒരു ബാങ്ക് ഇത്രയും കോടി രൂപ, 100 കണക്കിന് കോടി രൂപ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ ഒരു രേഖയും നോക്കാതെ അയക്കുമെന്നാണ് വിചാരിക്കുന്നത്? ആർക്കെങ്കിലും ബോധ്യമുള്ള ആർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ? ഒരു റിപ്പോർട്ട് നിങ്ങൾ നോക്കാറുണ്ട് സാർ. ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു രേഖയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തോന്നുന്ന പോലെ എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു രേഖയും അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ രേഖയെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ ഇതാണ് ടൂർപ്പഡൻഡോർ LLCക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന്. ഏത് രേഖയുടെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയാം? അമേരിക്കയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവിടെ ഒരു റിപ്പോർട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് എഴുതി വെച്ചിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ ഇതിനകത്ത് തട്ടിപ്പടത്തി. ഒന്നാമത്തെ കാര്യം, ഈ ഏജൻസിയല്ലേ കേന്ദ്ര ഫൈനാൻസ് മിനിസ്ട്രി അപ്രൂവൽ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല അരുൺ സാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ? ഈ ഏജൻസിയെ കുറിച്ചിട്ട് ഞാൻ ഡോക്യുമെന്റ് എടുത്തിട്ടുണ്ട്. ആരുമായിട്ട് DNB റിപ്പോർട്ട്, ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുന്നവർക്ക് അറിയാം. DNB റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ടോർപ്പഡോർ LLC എന്ന് പറയുന്ന കമ്പനി എത്ര വർഷമായി പ്രവർത്തിക്കുന്നു, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, ഇത് അർജന്റീനയുടെ കളക്ഷൻ ഏജന്റ് ആണോ എന്നുള്ളത് ബാങ്ക് മുഖാന്തരം ഞാൻ എടുത്ത റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ട് എടുത്ത് ഇതടക്കം സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ പൈസ അയക്കുന്നത്. ഇനി വേണ്ട, ഈ പൈസ കിട്ടിയില്ല എന്ന് അർജന്റീന റിജക്ട് ചെയ്താലല്ലേ ഈ പൈസയ്ക്ക് ഡിസ്പ്യൂട്ട് ഉള്ളൂ. ഈ പൈസ കിട്ടി എന്നുള്ളത് ഇന്റർനാഷണൽ ആർബിട്രേഷൻ കോടതി അവർ പറയുന്നു. ഞങ്ങൾ ഇവരെ ചീറ്റ് ചെയ്തിട്ടില്ല എന്ന് അവർ വന്ന് പറയുന്നു. ഞങ്ങൾക്ക് പണം തന്നിട്ടുണ്ടെന്ന് അവർ വന്ന് പറയുന്നു. ഇതെല്ലാം അർജന്റീന പറയുന്നു, കേരളത്തിലെ ആൾക്കാർ പറയുന്നില്ല എന്ന്. കേരളത്തിലെ പത്രക്കാർ പറയുന്നില്ല. കേരളത്തിലെ പത്രക്കാർക്ക് എന്താണ്, നമ്മളോടേ ദേഷ്യമുള്ളൂ. ഈ രേഖ എന്ന് പറയുന്നത് കേന്ദ്രം നേരിട്ട് RBIക്ക് കൊടുത്തിരിക്കുന്നതാണ്. ടു ദ മാനേജർ, എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി. ആരാ കൊടുത്തിരിക്കുന്നത്? ദ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ്, സ്പോർട്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വന്നാൽ ആന്റോ അഗസ്റ്റിൻ, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായിട്ട് കരാർ ഒപ്പുവെച്ചിട്ടുണ്ടോ? ഉണ്ട്. കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. കരാർ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങേക്ക് അത് കാണിക്കാം, ഡിസ്പ്ലേ. ആര് വന്നാലും അത് പരിശോധനയ്ക്ക് ഇവിടെ ലഭ്യമാണ്. നമ്പർ വൺ. നമ്പർ 2, ഇതാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും നമ്മുടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. യെസ്. നമ്പർ 2 എഗ്രിമെന്റ് ആണ്. 2, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കളിക്കാൻ വരാം. വായിച്ചേക്കാം സാർ. ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ദ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. കോൺട്രാക്ട്. യെസ്. അപ്പോൾ കോൺട്രാക്ട് ഉണ്ട്. അപ്പോൾ കോൺട്രാക്ട് ഇല്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളം. രണ്ടാമത്തത്, അർജന്റീന കളിക്കാൻ വരുന്ന കാര്യം സർക്കാരിനെ രേഖാമൂലം AFA അറിയിച്ചിരുന്നോ? അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് അറിയിച്ചു. മുഖ്യമന്ത്രി അറിയിച്ചു. ഇതാണ് ആ രേഖ. ഇതാണ് ടു ദ ശ്രീ പിണറായി വിജയൻ, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ, ഗവർണർ ഓഫ് കേരള, തിരുവനന്തപുരം. ദ ഒഫീഷ്യൽ കൺഫർമേഷൻ ഓഫ് അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം മാച്ച് ഇൻ കേരള. ദ ഡേറ്റ് നോക്കിയോളൂ, 17 നവംബർ 2025 ജവഹർലാൽ സ്റ്റേഡിയം. അപ്പോൾ AFA സർക്കാരിനെ അറിയിച്ചിരുന്നില്ല. ഇതൊക്കെ ഒപ്പിട്ടിരിക്കുന്നത് ക്ലൗഡിയോ ടാപ്പിയോ, പ്രസിഡന്റ് ഫുട്ബോൾ അസോസിയേഷൻ. AFAയുടെ പ്രസിഡന്റ് ഒപ്പുവെച്ചിരിക്കുന്ന ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമുണ്ട്, നമുക്കും അതിൻ്റെ കോപ്പിയുണ്ട്. ദറ്റ് ഈസ് പോയിന്റ് നമ്പർ 2. നമ്പർ 3, ഈ സാമ്പത്തിക ഇടപാടിനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. 126 15 മില്യൺ. റൈറ്റ്. 4, അങ്ങ് പണം അയച്ച ഈ കളക്ഷൻ ഏജന്റ് കമ്പനിയെക്കുറിച്ച് അങ്ങ് നേരത്തെ ഒരു അന്വേഷണം നടത്തിയിരുന്നോ? ആ കമ്പനിയെക്കുറിച്ച് പോസിറ്റീവായ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ടോർപ്പഡോർ LLC DNB റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കേസ് നേരിടുന്ന കമ്പനിയാണോ? അതിലൊന്നുമില്ല. കേസ് നേരിടുന്ന കമ്പനിയാണെന്നുണ്ടോ? ഇല്ല, ഇത് സാർ ഇത് കമ്പനിയാണെന്നോ അല്ല. ഈ കമ്പനിയിൽ പണം കൊടുത്തതിന് ശേഷം അവർക്ക് കിട്ടിയ അർജന്റീന കൺഫേം ചെയ്തു. റൈറ്റ്. 5, നമ്മൾ പണം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തത് ഈ ടോർപിഡോ എന്ന് പറയുന്ന കമ്പനി വഴിയാണ്. ഈ കമ്പനി അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പണം കൊടുത്തതായിട്ട്, അഥവാ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പണം കൈപ്പറ്റിയതായ രേഖകളുണ്ടോ? ഉണ്ട്. അതാ കൺഫർമേഷൻ തന്നു. താങ്ക് യു പറഞ്ഞുള്ള ഒരു കൺഫർമേഷൻ ലെറ്ററും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോയിന്റ് നമ്പർ 6. പോയിന്റ് നമ്പർ 7, ഈ കൺഫർമേഷൻ ലെറ്റർ കിട്ടിയതിനു ശേഷം നമ്മളോട് കളിക്കാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിരുന്നോ? മെയിൽ. ആ മെയിൽ കൂടാതെ AFAയുടെ ട്വീറ്റിൽ വളരെ കൃത്യമായി ലോകം മുഴുവൻ അറിയത്തക്ക രീതിയിൽ ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കളിക്കാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്കോളയ്ക്കുമൊപ്പം കേരളത്തിൽ കളിക്കാൻ വരാം എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് RBIയുടെ അനുമതി ഉണ്ടായിരുന്നോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി. ഈ 126 മില്യൺ കൈമാറുന്നതിന് 126 മില്യൺ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി കിട്ടിയതിന് ശേഷമാണ് പൈസ അയച്ചത്. ഓക്കെ,
ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി. RBIയുടെ ഈ അനുമതി പ്രകാരം അങ്ങ് ഏതെങ്കിലും തട്ടിക്കൂട്ട് ബാങ്കുകളിലൂടെയാണോ ഈ പൈസ, അതായത് ഹവാല ട്രാൻസാക്ഷനുകൾ വഴിയാണോ അങ്ങ് ഈ പണം കൊടുത്തത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലെറ്ററാണ്, പൈസ ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം അവർ തന്ന ലെറ്ററാണ്. റൈറ്റ്. അപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൂടെ RBIയുടെ അനുമതി കിട്ടി, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. പണം അവിടെ കൈപ്പറ്റി, പണം കിട്ടിയിട്ടുണ്ട്. സോ ഈ ട്രാൻസാക്ഷൻ പ്യുവർലി ലീഗലാണ്. മാത്രമല്ല ഇത് കൊടുക്കൂ, ക്യാസിൽ കേസ് നടക്കുന്ന ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ പണം തിരിച്ചു കിട്ടാൻ വേണ്ടി ക്യാസിൽ കൊടുത്ത പെറ്റീഷനാണ്. ഇതാണ്, ഇത് ഓൾറെഡി ഡേറ്റ് അടക്കം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേറ്റ് ഏതാണ്, സെക്കൻഡ് ഡേറ്റ് ഏതാണ്, തേർഡ് ഡേറ്റ് ഏതാണ്, ഫൈനൽ ഹിയറിംഗ് ഡേറ്റ് അടക്കം പറഞ്ഞിട്ടുണ്ട്. ഈ ഡേറ്റിൽ കേസ് തീരും. ഈ പെറ്റീഷന് ശേഷമാണോ ഈ കളിക്കാൻ വരാം എന്നുള്ള ഉറപ്പ്? അല്ലല്ല, ഇത് പെറ്റീഷന് മുൻപാണ്. ഞാൻ അത് സമ്മതിക്കാതെയാണ് കോടതി പോയത്. കാരണം ഇനി നമുക്ക് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് പോയതാണ്. ഇനി ഒരു കാര്യം കൂടി, ഈ 126 കോടി രൂപയിൽ സർക്കാർ എത്ര രൂപ തന്നു? സാധാരണക്കാരന്റെ നികുതി പണം എത്രയുണ്ട്? 100 രൂപ പോയിട്ട് ഒരു പൈസ തന്നിട്ടില്ല, ഒരു ചില്ലി പൈസ തന്നിട്ടില്ല. ചില്ലി പൈസ തന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഞാൻ ഈ രാജ്യത്ത് എത്ര പൈസ കൊടുത്തു? കൊച്ചി സ്റ്റേഡിയത്തിന് ഞാൻ എത്ര പൈസ മുടക്കി? ഞാൻ അതാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഈ 126 കോടി രൂപ എന്ന് പറയുന്നതിൽ 1 രൂപ പോലും കേരളത്തിന്റെ പൊതുപണത്തിൽ നിന്നും ഒരു പൈസ പോലും ഇല്ല. അഥവാ ഈ 126 കോടി കിട്ടിയില്ലെങ്കിൽ അത് നഷ്ടമാവുന്നത് പൂർണ്ണമായും അങ്ങയുടെ പോക്കറ്റിൽ നിന്ന്. സർക്കാരുമായിട്ടുള്ള കരാർ എങ്ങനെയായിരുന്നു? അത് പൂർണ്ണമായും 1 രൂപയില്ല എന്ന് കേന്ദ്രവും കേരളവും പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ നോ ഒബ്ജക്ഷൻ ലെറ്ററിലും കേരളത്തിന്റെ നോ ഒബ്ജക്ഷൻ സെറ്റിലും 100 രൂപ, 1 രൂപ പോലും കേരളം മുടക്കില്ല. 126 ഭൂം എന്ന മനോരമ എഴുതിയത് ആരുടെ ഭൂമാണ്? എന്റെ മാത്രമാണ്. അതായത് അങ്ങയുടെ കയ്യിൽ നിന്ന് 126 മാത്രമാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ആന്റോ അഗസ്റ്റിന്റെ 126 കോടി രൂപ ഭൂം എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പത്രം എഴുതുകയാണ്, മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന്റെ MDയുടെ കയ്യിൽ 126 ഭൂം എന്ന് എഴുതുകയാണ്. എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. സർക്കാരിന്റെ 1 രൂപയില്ലാതെ ആന്റോ അഗസ്റ്റിന്റെ പൈസ ഭൂം എന്ന് എഴുതിയിരിക്കുകയാണ്. എവിടെയാണ് എത്തി നിൽക്കുന്നത് ഈ മത്സരം എന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് മത്സരമല്ല, ഇത് വന്നിരിക്കുന്ന വഴി ഞാൻ പറയാം. ഇനി ലാസ്റ്റ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നോ ഒബ്ജക്ഷൻ ഫ്രം സ്പോർട്സ് ആംഗിൾ. യെസ്, കേന്ദ്ര ഗവൺമെന്റ് ഇത് നടത്താൻ ഒരു ഒബ്ജക്ഷനും ഇല്ല എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. ഒരു ചോദ്യം കൂടി. ഇപ്പോൾ ചർച്ച വന്ന സ്റ്റേഡിയത്തെ കുറിച്ച് കൂടിയാണ്. ഈ സ്റ്റേഡിയം നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നവീകരിച്ചത് കഴിഞ്ഞതിന് ശേഷം അങ്ങേക്ക് അതിൽ നിന്ന് ലാഭവിഹിതം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നോ? അരുൺ സാറേ, ലാഭവിഹിതം എന്നുള്ളതല്ല, കൊച്ചിയിൽ കേരളത്തിൽ കളിക്കാൻ സ്റ്റേഡിയം ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാമായിരുന്നു. പക്ഷേ തിരുവനന്തപുരം നല്ല സ്റ്റേഡിയമായിരുന്നു, കളിക്കാൻ കഴിയും എന്നുള്ള നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ അവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്, അവിടെ കളിക്കാൻ കഴിയില്ല എന്നും അവിടെ ക്രിക്കറ്റ് കളിക്കുന്നതിന് നല്ല രീതിയിൽ ഒബ്ജക്ഷൻ ക്രിക്കറ്റ് അസോസിയേഷൻ, കാരണം ആ പിച്ച് പൊളിക്കുന്നതോട് ഒബ്ജക്ഷൻ വലിയ രീതിയിൽ വന്നു. കാരണം തൊട്ടടുത്ത സമയത്ത് തന്നെ മറ്റേ കുട്ടികളുടെ വനിതാ ലോകകപ്പ് വരികയാണ്, പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ വേറെ ഏതാ സ്റ്റേഡിയം ഉള്ളത്? കൊച്ചി സ്റ്റേഡിയം ഉള്ളത്. ഈ സർക്കാരിൻ്റെ വാക്കും വിശ്വസിച്ച് ഞാൻ ഈ പൈസ അയച്ചു പോയില്ലേ? വേറെ എവിടെയാണ് കളിക്കുക? അവർ പൈസ കളിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ എഗ്രിമെൻ്റ് വെച്ച് പൈസ അയച്ചതിന് ശേഷം അവർ വേറെ സ്ഥലത്ത് വന്ന് കളിക്കുമോ? കളിക്കില്ലല്ലോ. നമ്മൾ നിസ്സഹായാവസ്ഥയിലായി. പിന്നെ കേരളത്തിലുള്ള സ്റ്റേഡിയം ഏതാണ്? കൊച്ചി സ്റ്റേഡിയമാണ്. കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കാം. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ദയനീയമായി തോന്നി. അവിടെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള രാഷ്ട്രീയ ദൃശ്യം കാണിക്കാം, പഴയതും പുതിയതും. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഈ നവീകരിച്ച സ്റ്റേഡിയവും നവീകരിക്കുന്നതിന് മുമ്പുള്ള സ്റ്റേഡിയത്തിൻ്റെയും അവസ്ഥ പ്രേക്ഷകർക്ക് കാണാം. പറഞ്ഞോളൂ. അപ്പം ഞാൻ ഈ സ്റ്റേഡിയം പോയി കാണുകയാണ്. സ്റ്റേഡിയം പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥ മനസ്സിലാക്കിയ നമ്മളെന്താ പറയുന്നത്, ഇത് സർക്കാർ നന്നാക്കി തരുമെന്നുള്ള ആദ്യം ചോദിക്കുക. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളത് GCD ഒറ്റയടിക്ക് പറഞ്ഞു. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളത്. ഇവരെന്നോട് പറഞ്ഞു സ്റ്റേഡിയം നന്നാക്കണം എന്ന്, വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഈ 45 ദിവസം കൊണ്ട് സ്റ്റേഡിയം നന്നാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാലോ. സ്റ്റേഡിയം നന്നാക്കാം എന്നുള്ള കാര്യം ഞാൻ ഏറ്റെടുത്തു. സ്റ്റേഡിയം നന്നാക്കാൻ തീരുമാനിച്ചു. ഇത് കുറച്ച് കാര്യങ്ങൾ സർക്കാർ ചെയ്യാം എന്ന് പറഞ്ഞു, ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് ചെയ്യാം എന്നുള്ള നിലയിലേക്ക് എടുത്തു. പെട്ടെന്ന് കൺസ്ട്രക്ഷൻ പണി തുടങ്ങി. എല്ലാത്തിനും മിനിറ്റ്സ് രേഖകൾ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ, വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ് ഇല്ല എന്നുള്ളത്. നിങ്ങൾ ആ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള കടക്കാരോട് പോയി ചോദിക്കണം, ആ നാട്ടുകാരോട് പോയി ചോദിക്കണം, ആ സ്റ്റേഡിയത്തിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരോട് പോയി ചോദിക്കണം ഞാൻ എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന്. 1 രൂപ സർക്കാർ തന്നിട്ടില്ല കേട്ടോ, 1 രൂപ സർക്കാർക്കല്ല. നമ്മൾ ഈ വലിയ രീതിയിൽ അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കോടിക്കണക്കിന് രൂപ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പഴി കേൾക്കേണ്ട അവസ്ഥയുണ്ടോ? ഒന്ന് ആലോചിച്ചു. ഇത് എന്താണ് ഇങ്ങനെ ഈ ഒരാളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വാശി തീർക്കാന്നേ, വൈരാഗ്യം തീർക്കാം, നിങ്ങൾ പറഞ്ഞോളൂ, നിന്നോടുള്ള വൈരാഗ്യം കൊണ്ട് ഞാനിത് ചെയ്യുകയാണെന്ന് പറയാം. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പറ്റിക്കാൻ പറ്റുമോ? 1 രൂപ കേരളത്തിലെ സർക്കാർ, കേരളത്തിലെ GCDA, കേരളത്തിൽ ആരെങ്കിലും ഒരു സ്പോൺസർ 1 രൂപ കൊച്ചി സ്റ്റേഡിയത്തിന് വേണ്ടി മുടക്കിയില്ലല്ലോ.
മുടക്കിയില്ല. ഇവർക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. എന്താണ് നിങ്ങൾ ആ രേഖ ശരിയായില്ല, എന്താണ് പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓഫീസ് മാനുവൽ പ്രകാരം പ്രവർത്തിച്ചില്ല. അതൊന്നും എൻ്റെ വിഷയമല്ലല്ലോ. ഞാൻ ആരാണ്? ഞാനൊരു സ്പോൺസറാണ്, ഞാനൊരു ഇൻവെസ്റ്ററാണ്. കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് രാമായണം പറയുന്ന ടീമാണ് ഇവർ. നിങ്ങൾ അവിടുന്ന് വരും ഇവിടുന്ന് വരും എന്ന് പറയുന്ന ടീമാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അവസ്ഥയാണിത്. കേരളത്തിൽ ഒരു സംവിധാനം നന്നായി പോകണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇൻവെസ്റ്റ് ചെയ്തു സ്റ്റേഡിയത്തിൽ. നിങ്ങൾ സ്റ്റേഡിയത്തിൽ ഒരാളുടെ ബൈറ്റ് എടുത്താൽ ഈ സ്റ്റേഡിയം പണിത് ഇതിനേക്കാൾ നന്നായിട്ടാണ് ഉള്ളത് എന്ന് പറഞ്ഞ് 1 രൂപയ്ക്ക് 1 രൂപ ഞാൻ മുടക്കിയിട്ടുണ്ടല്ലോ. 1 രൂപ ഞാൻ അവിടെ എടുത്തിട്ട് പോയിട്ടില്ലല്ലോ. ഞാൻ ആ സ്റ്റേഡിയം എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടോ? ആരോടെങ്കിലും പറഞ്ഞു ഈ സ്റ്റേഡിയം ഞാൻ എന്തിനാണ് ചെയ്തത്? ലോകത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഈ സ്റ്റേഡിയം ചെയ്തത് എന്തിനാണ്? ഈ കളിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ കളി നടത്താൻ വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ആ സ്റ്റേഡിയം നവീകരിക്കുമ്പോൾ ജനറലായിട്ട് അങ്ങേക്കുണ്ട് എന്ന് പറയുന്ന താല്പര്യമാണ് നിൽക്കട്ടെ. അത് ഈ സ്റ്റേഡിയം നവീകരിച്ച് കാണാനുള്ള ആഗ്രഹം അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കളി നടക്കണം എന്നുള്ള താല്പര്യം മാത്രമേ അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ എന്ത് താല്പര്യം? അങ്ങനെ അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ഞാൻ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഇന്ന് സ്റ്റേഡിയത്തിന് വലിയ രീതിയിൽ ബൈറ്റ് കൊടുക്കുന്നത് കണ്ടു. ഞാൻ ആ ബൈറ്റ് കൊടുക്കുന്നത് ചോദിക്കുന്നത് ഞാൻ ആ സ്റ്റേഡിയത്തിൽ നിന്ന് തട്ടിച്ചിട്ട് വന്ന സാധനം എന്താണെന്ന് പറയണം. സാധനം എന്താ പറയുക? അവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക അരുൺ സാർ. അവിടെ ആ സ്റ്റേഡിയത്തിന് മുൻപുള്ളവർക്ക് അതിന് മുമ്പ് ഈ നമ്മുടെ ഈ പിന്നെ എന്താണ് സാറ്റലൈറ്റ് വിഷ്വൽസ് കിട്ടുമല്ലോ. ഞാൻ സ്റ്റേഡിയം ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള സാറ്റലൈറ്റ് വിഷ്വൽസ് ഞാൻ തന്നെ തരാം. ഞാൻ സ്റ്റേഡിയത്തിന് ശേഷമുള്ള സാറ്റലൈറ്റ് വിഷ്വൽസ് ഞാൻ തന്നെ തരാം. ആ 2 വിഷയത്തിൽ ഏത് മരമാണ് മുറിച്ചുകൊണ്ട് പോയതെന്ന് പറയണം. ഏത് മരത്തിൻ്റെ ചില്ല റോഡിലേക്ക് കാണുക. അത് ആ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് മുറിക്കുന്നത്. റോഡിലേക്ക് വീഴുന്ന ആ സ്ഥലത്ത് മുറിച്ച് കാരണം അത് വലിയ വാഹനങ്ങൾ വരണം, മെസ്സിയെ വരുന്ന ബസ് അതിൽ കടന്നു വരണമല്ലോ. അപ്പോൾ അതിന് മേലേക്ക് നിൽക്കുന്ന ചിഗരം മാത്രമാണ് മുറിച്ചത്. അതിൽ ഏത് മരം മുറിച്ചത്? അത് ആ ചിഗരം മുറിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് GCDയുടെ ഉദ്യോഗസ്ഥർ അവിടെ ഇല്ലേ? അതിനൊരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ആ മോണിറ്ററിംഗ് കമ്മിറ്റി ചീഫ് എഞ്ചിനീയർ ഉണ്ട്. അവരെ എല്ലാം അനുമതി വെച്ച് ഞാനല്ലല്ലോ പോയി മുറിക്കുന്നത്. എന്നിട്ട് മുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കോടി സാറേ, ഒരു കോടി എന്ന് പറയുന്ന ഒരു മര്യാദ വേണ്ടേ? ആ മരം മുറിച്ച് അവിടെ കാണിച്ചു തരണ്ടേ? അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു തരണ്ടേ? വേറൊരു ആരോപണം വന്നത് മഴവെള്ളം ഒലിച്ചു വരുന്നു എന്നൊക്കെ. ഇത് മഴവെള്ളം ഒഴിച്ച് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഞാൻ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഞാൻ റൂഫ് നന്നാക്കുന്നുണ്ടോ? ഞാൻ റൂഫ് നന്നാക്കുന്നില്ലല്ലോ. ഞാൻ അവിടുത്തെ സീറ്റുകൾ നന്നാക്കുന്നു, അവിടുത്തെ ബലക്ഷയം മാറ്റുന്നു, അവിടുത്തെ ഗ്രൗണ്ട് നന്നാക്കുന്നു, അവിടെ പിച്ച് നന്നാക്കുന്നു. എല്ലാ സംവിധാനവും നന്നാക്കാൻ വേണ്ടിയിട്ടല്ല എനിക്ക് കോൺട്രാക്ട് തന്നിട്ട് നീ 150 കോടിയിലേക്ക് സ്റ്റേഡിയം പണിയാൻ പറഞ്ഞ് തന്നാണല്ലോ. ഞാൻ എൻ്റെ കയ്യിൽ പൈസ എടുത്തിട്ട് ഈ കളി നടത്താൻ വേണ്ടി ഇത് സർക്കാരിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. അവിടെ ചെലവായത് എത്രയാണ്? അല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ കണക്ക് എന്തായാലും 10-25 കോടി രൂപയ്ക്ക് മേലെ ചിലവായിട്ടുണ്ടാവും. എൻ്റെ കണക്ക് മുഴുവനുണ്ട്. പക്ഷേ എത്രയായാലും ഞാനൊരു 10-70 കോടി രൂപയിലാവുമെന്ന് 70 കോടി രൂപയിലാവുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത്ര ആയില്ല. എന്തുകൊണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഈ സമയം ഫ്രെയിമിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആണ്ടി വന്നേനെ. കാരണം ഈ 30 ദിവസം കൊണ്ട് ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 45 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു രസം പറയാറുണ്ട് സാറേ, അവിടെ ഗേറ്റ് ഫിറ്റ് ചെയ്തു. ഗേറ്റ് ഫിറ്റ് ചെയ്ത് 2ാമത്തെ ദിവസം രാവിലെ റോളർ വന്നിട്ട് തന്നെ ഇടിച്ചു. അത് കഴിഞ്ഞിട്ട് ആ റോളർ വന്നിട്ട് അത് ഇടിച്ചു കഴിഞ്ഞപ്പോൾ GCDA വന്ന് അതിന് ചെറിയൊരു ബെൽറ്റ് ചെയ്ത് വെച്ച് പോയി. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ആ സാധനം മറിഞ്ഞു വീണു. ഈ റോളർ വന്ന് ഇടിച്ച സമയത്ത് ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ ഇത് റോളർ വന്ന് ഇടിച്ചിട്ടുണ്ട് എന്നുള്ളത്? അവിടുത്തെ ഒരു ചെറിയ ആളെ വിളിച്ചത് ഏത് സ്പോട്ട് ബിൽഡിംഗ് എഴുതി വെച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ അത് മറിഞ്ഞു വീണു. അതിൻ്റെ കുറ്റം നമ്മുടെ തലയിൽ. കാരണം ആ GCDA ഞാൻ ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിപ്പോർട്ടർ പോഡ്കാസ്റ്റ് കമ്പനി അല്ലെങ്കിൽ അവിടെ കോൺട്രാക്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ. അത് ആർക്കെങ്കിലും എന്തിനും പറ്റിയോ? ഒന്നും പറ്റിയില്ലല്ലോ. വെറുതെ നമ്മുടെ തലയിൽ ഇടാൻ വേണ്ടി ഒരു കാരണം കാത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മെസ്സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എത്രയെങ്ങാനും ആരോപണം വന്നു? ഈ ആരോപണത്തിലെല്ലാം ഞാൻ ഒളിച്ചോടിയില്ലല്ലോ. സർക്കാർ പറയുന്നതിൻ്റെ അപ്പുറം ഞാൻ കാര്യങ്ങൾ വന്ന് പറഞ്ഞില്ലേ? സർക്കാർ എല്ലാ കാര്യങ്ങളും ഞാൻ കാറ്റോട് കൂടി പറഞ്ഞു. പ്രശ്നമുണ്ട്. ഈ അങ്ങ് എങ്ങനെ വിസ്തീരിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ സർക്കാർ ഒരു സ്പോൺസറെ തേടുന്ന സമയത്ത് അങ്ങ് സ്പോൺസറായി വരികയാണ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ സർക്കാർ, ഇപ്പോഴത്തെ പ്രതിപക്ഷം എത്രത്തോളം അങ്ങയെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട്? അല്ല, എനിക്ക് ആവശ്യമില്ല സ്മൃതി മേഡം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സർക്കാർ എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാരിന് വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ പണിയെടുക്കുന്നത്. ആണോ? ഞാൻ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടിയിട്ടല്ല, ഞാൻ VD സതീശൻ സർക്കാരിന് വേണ്ടിയിട്ടല്ല പണിയെടുക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സമയമായല്ലോ, ഇത്രയും നേരമായല്ലോ ഈ വാർത്ത വരാൻ. ഞാൻ ഒരു സർക്കാർ പ്രതിനിധിയെ വിളിച്ചില്ലല്ലോ. ഞാനൊരു സർക്കാർ നേതാവിനെയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ ഞാൻ വിളിച്ചിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. കാരണം എന്താണ്? ഞാൻ തെറ്റിയതാ പഠിച്ചാൽ പോരെ. ഈ ഇത്രയും നേരം പറഞ്ഞില്ല സാറേ, ഇതിനകത്ത് എനിക്ക് അറിയേണ്ടത് എന്താ അറിയോ? ഞാൻ ഒറ്റ കാര്യത്തിന് വേണ്ടി ഞാൻ ലീഗലായ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇത് വെല്ലുവിളിയൊന്നുമല്ല. ലീഗലായ കാര്യങ്ങൾ നോക്കിക്കോളാം. ഞാൻ നിയമപരമായിട്ട് നമ്മുടെ സംവിധാനങ്ങൾ വെച്ച് ഞാൻ നോക്കിക്കോളാം. അത്ര തന്നെയാണ് ഇങ്ങനെ ചെയ്തതല്ല. പക്ഷേ ഞാൻ എവിടെയാണ് തട്ടിപ്പ് നടത്തിയത്? 1 രൂപ ഞാൻ തട്ടിച്ചെടുത്ത ഏതാ പറ? 126 കോടി ബുമ്മെന്ന് പറയുന്ന ആൾക്കാരത് പറയണ്ടേ? എന്തൊക്കെയാണ് രാവിലെ തുടങ്ങി എഴുതി വിടുന്നത്? ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ പോയി കീഴടങ്ങി എന്ന് പറഞ്ഞ ആളാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഞാൻ പറയുന്നത് എല്ലാ സംവിധാനത്തിലും അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം അരുൺ സാറേ, ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത്. കേരളത്തിൽ ഒരു മാധ്യമ സ്ഥാപനം ഞാൻ നടത്തിക്കൊണ്ട് പോവുകയാണ്. മാധ്യമ സ്ഥാപനം കഴിഞ്ഞ 4 വർഷമായി, 3.25 വർഷമായി ഞാൻ മാധ്യമ സ്ഥാപനം തുടങ്ങിയിട്ട്. 750 മേലെ സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്.
750 മേലെ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഹൃദ്യം പദ്ധതിയിലാണ് റിപ്പോർട്ടർ TV സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൃദ്യം പദ്ധതി എന്ന് പറഞ്ഞാൽ LDF സർക്കാരിൻ്റെ ഏറ്റവും പ്രൊജക്റ്റ് നമ്മൾ വാർത്ത ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇവിടെ ഇത് 4 വർഷമായി. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് BJP സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിമർശിച്ച ചാനൽ റിപ്പോർട്ടർ TV ആണ്. അല്ലാതെ ആർക്കും പറയാൻ പറ്റില്ല. പ്രേക്ഷകരാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്, റിപ്പോർട്ടർ TV ആണ്. അവർ വരെ നമ്മളോട് കാര്യം കാണിച്ചു. കാരണം ഇന്ത്യയിലെ മാധ്യമങ്ങൾ മുഴുവൻ ഗോദി മീഡിയ ആയിട്ട് അങ്ങോട്ട് പോയി, റിപ്പോർട്ടർ TV പോയിട്ടില്ല. മനസ്സിലായി? ഈ സമയം ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വിമർശിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി ഇതിനേക്കാളും മര്യാദ തന്നു. കാരണം 4 വർഷം നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനം തന്നു. VD സതീശൻ സർക്കാർ 30 ദിവസം സമ്മതിച്ചിട്ടില്ല, 90 ദിവസമായിട്ടില്ല, 3 മാസം കഴിച്ചിട്ടില്ല ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു മിനിറ്റ് സാറേ, ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശരി, ഇതിനകത്ത് തെറ്റിൻ്റെ ഭാഗമാണ് ശരി, നിയമപരമായി നേരിടാന്നേ. ഈ വാർത്തകൾ ചോർത്തിക്കൊടുത്ത് എന്തിനാണ് ക്രെഡിബിലിറ്റി നടത്തുന്നത്? സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി നടത്തുന്നത് എന്തിനാണ്? ഈ വാർത്തകൾ ചോർത്തിക്കൊടുത്തതുകൊണ്ട് കിട്ടുന്ന ഏക ബെനിഫിറ്റ് ഈ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലേ? ഈ പറയുന്ന ഈ N. പ്രശാന്ത് ഉണ്ടാക്കിയ അന്വേഷണ റിപ്പോർട്ട് ഒരു പീസ് എടുത്തിട്ട് ചോർത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് കൊടുക്കുന്ന സമയത്ത് അതെന്തിനാണ് ഉപയോഗിക്കുക? അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് മാധ്യമങ്ങൾ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി തകർക്കാം എന്നുള്ളതിൽ മാത്രമല്ല ഉദ്ദേശം. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേട്ടിട്ട് വരാം. അടൂർ പ്രകാശ് തിരഞ്ഞെടുപ്പിന് മുൻപ് അന്ന് റിപ്പോർട്ടർ TV തുടർച്ചയായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ബ്രേക്കിങ്ങുകൾ നൽകുന്ന സമയത്ത് അടൂർ പ്രകാശിൻ്റെ വീട്ടിൽ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് തെളിയുന്ന നിമിഷം അടൂർ പ്രകാശ് വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാചകമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ച് കേൾക്കണം. UDFൻ്റെ കൺവീനർ അടൂർ പ്രകാശ് ഭരണം കിട്ടുന്നതിന് മുമ്പ് പറഞ്ഞ വാചകം കേൾക്കും. ഒരു മറുപടി ഞാൻ പറയാം. നിങ്ങൾ എത്ര കിടന്ന് ആലോചിക്കുകയും നിങ്ങൾ എന്തൊക്കെ സംപ്രേഷണം ചെയ്താലും ആ കാണിക്കുന്നതനുസരിച്ച് ഇനിയിപ്പോൾ ഉള്ള നാളുകളിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും അന്വേഷണം നടത്താൻ വേണ്ടി ഞങ്ങൾ മുൻപന്തിയിൽ ആയിരിക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. UDF അധികാരത്തിൽ വരും എന്ന് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഞാൻ ചാനലിൻ്റെ പേര് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കും. എങ്കിലും ചാനലിൻ്റെ പേര് തൽക്കാലം പറയുന്നില്ല. അത് നിങ്ങളുടെ മാനേജ്മെൻറ്റ് അറിയിക്കുക. ഇതൊക്കെ അന്വേഷണം നടത്താൻ ഇനിയും ഇത് വെറുതെ ഇരിക്കുമെന്ന് ആരും കരുതണ്ട. അല്ലേ? ഇത് അരുൺ സാറേ, എന്നോട് പല ആൾക്കാർ ഈ സർക്കാർ വന്നതിന് ശേഷം ഇവരൊക്കെ നമ്മളെ സമീപിക്കുന്നുണ്ട്. കേരളത്തിൽ നിങ്ങൾ എന്തിനാണ് സർക്കാരുമായിട്ട് ഏറ്റുമുട്ടുന്നത്? നിങ്ങൾ എന്തിനാണ് VD സതീശനുമായിട്ട് ഏറ്റുമുട്ടുന്നത്? നിങ്ങൾക്ക് സെറ്റിൽ ചെയ്തുകൂടെ? തീർത്തുകൂടെ? പ്രശ്നം തീർത്തുകൂടെ? പക്ഷേ അങ്ങനെ ഒരു മാധ്യമ സ്ഥാപനം നടത്താൻ നേരത്തെ ഉദ്ദേശിച്ചിട്ടില്ലാന്ന്. ഒരു ദിവസം മാധ്യമ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുകയാണെങ്കിൽ 10 ദിവസം മാധ്യമ സ്ഥാപനം നടത്തി വൃത്തിയായി, മനസ്സിലായോ? ഈ പറഞ്ഞ പക്ഷപാതം ഇല്ലാതെ വൃത്തിയായി വാർത്ത കൊടുത്തോട്ട് പോകും എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ ആർക്കെങ്കിലും വേണ്ടി ഓശാന പാടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണെന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, VD സതീശൻ എന്നുള്ളതല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളതല്ല, കേരളത്തിലെ UDF എന്നുള്ളതല്ല, കേരളത്തിലെ പിണറായി വിജയൻ എന്നുള്ളതല്ല, കേരളത്തിലെ കോൺഗ്രസ് എന്നുള്ള BJP എന്നുള്ള നിലയ്ക്കല്ല ഒരാൾക്ക് വേണ്ടിയിട്ടും ഇവിടെ ഓശാന പാടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, നിങ്ങളത് പറഞ്ഞ് ഇവിടെ സമീപിക്കും വേണ്ട. GST ഓഫീസിൽ ചെന്നപ്പോൾ അവരെന്നോട് പറയുകയാണ്, സാർ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, നിങ്ങൾ പോയിട്ട് ഒന്ന് സെറ്റിൽ ചെയ്യൂ എന്ന് പറയാണ്. അവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഫിനാൻസ് സെക്രട്ടറി വിളിക്കുകയാണ്, എന്തായി എന്ന് ചോദിക്കാണ്ട്. ഒരു ഫിനാൻസ് സെക്രട്ടറി ഒരു ഓഫീസിന് മീറ്റിംഗ് കൊടുത്തിട്ട്, ജ്യോതിലാലിൻ്റെ കാര്യമാണ് പറയുന്നത്, ഒരു ഓഫീസിന് മീറ്റിംഗ് കൊടുത്തിട്ട് അവിടെ വന്നിട്ട് ഞാൻ മൊഴി കൊടുക്കുന്ന സമയത്ത് എന്തായി എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആ ഉദ്യോഗസ്ഥർ പറയുകയാണ്, ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല സാർ, ഇപ്പോൾ ഓർഡർ ഇറക്കിയിൽ സസ്പെൻഡ് ചെയ്യുമെന്ന് പറയാമെന്ന് ഇപ്പോൾ ഓർഡർ ഇറക്കിയിൽ സസ്പെൻഡ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്താണ് ഇതിൻ്റെ ഒരു ആവശ്യം, ഈ പറയുന്ന സംവിധാനം പോകുന്നതിന് എന്തൊരു ആവശ്യം എന്ന് നോക്കുമ്പോൾ അവർക്കെതിരെ വാർത്ത കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ TV എന്നാണ് പറയുന്നത്. ഇപ്പം അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും മാധ്യമ സ്ഥാപനം നടത്തുകയാണോ? ഇന്നലെ മിനിഞ്ഞാന്ന് ഞാനൊരു സിമ്പിളായിട്ട് പറയാം. ഈ വാർത്തയുടെ ഉറവിടം എനിക്കറിയാം. ഈ വാർത്തയുടെ ഉറവിടം എന്താണെന്നറിയോ? 8-ാം തീയതി ഉച്ചയ്ക്ക് VD സതീശൻ മനോരമയുടെ ഓഫീസിൽ ചോറുണ്ണാൻ പോയി ഇല്ലേ? കേരളത്തിൻ്റെ മനോരമയുടെ മാനേജിങ് എഡിറ്ററും മാനേജ്മെൻറ്റും സ്റ്റാഫും എല്ലാം കൂടി ഇരുന്നിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. അതിൻ്റെ പ്രത്യുപകാരമാണിത്. മനസ്സിലായോ? ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്താ? ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന മാനേജർമാർ MDMA കേസിൽ അകത്താണ്. അല്ലേ? കേരളത്തിലെ മാധ്യമം ചർച്ച ചെയ്യുന്നുണ്ടോ? എൻ്റെ ചോദ്യം ഇതാണ്. ഇന്ന് മെസ്സിനെയാണല്ലോ പ്രശ്നം. കേരളത്തിലെ മാധ്യമം ചർച്ച ചെയ്യുന്നുണ്ടോ? ഏറ്റവും സെൻസേഷനായ വിഷയം എടുത്തിടുകയാണ്.
തീർന്നില്ല ആന്റോ അഗസ്റ്റിൻ. ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ ടിവിയുടെ വാർത്തകൾ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യിപ്പിച്ചു ഈ സർക്കാർ എന്നുകൂടി പ്രേക്ഷകർ അറിയണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള 3 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്തയാണ് മെറ്റ ആദ്യം റിമൂവ് ചെയ്തിരിക്കുന്നത്. എത്ര റിമൂവ് ചെയ്താലും റിപ്പോർട്ടർ ടി വി അതിൻ്റെ സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് ആ വാർത്ത നൽകിക്കൊണ്ടേയിരിക്കും. ഈ ദൃശ്യമാണ് മെറ്റ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ ഫേസ്ബുക്ക് വാർത്ത തടയുകയായിരുന്നു. അത് ഷെയർ ചെയ്തവരുടെ ഫീഡിൽ നിന്നും ഈ ഫേസ്ബുക്ക് വാർത്ത തടഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരായ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മകളുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വാർത്തയും പിന്നാലെ സമാനമായി നീക്കി. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുന്നയിച്ച ജോണിൻ്റെ മകളുടെ പ്രസ്താവന, റിപ്പോർട്ടർ ടിവിയുടെ കാർഡ് ഫേസ്ബുക്കിൽ നിന്ന് നീക്കാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. IT നിയമത്തിൻ്റെ ഭാഗമായുള്ള നടപടി എന്നാണ് മെറ്റയുടെ മറുപടി. പരാതിയുടെ പേരിലാണ് വാർത്ത നീക്കം ചെയ്തതെന്നും മെറ്റ സമ്മതിക്കുന്നുണ്ട്. കലാപാഹ്വാനം, മതസ്പർദ്ധ പോലുള്ള പോസ്റ്റുകൾ നീക്കാൻ വേണ്ടിയുള്ള നിയമം ഉപയോഗിച്ചാണ് സർക്കാർ മെറ്റയെ കൊണ്ട് ഇപ്പോൾ കടലിൽ കാണാതായ ജോണിൻ്റെ മകൾ സർക്കാരിനെതിരെ നടത്തിയ വിമർശനം പോലുള്ള കാർഡുകളെ, MDMAയുമായി പോയ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ മാനേജറുടെ വാർത്തകളെയൊക്കെ ഇപ്പോൾ നീക്കിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ്. ഇതുകൂടി പ്രേക്ഷകർ ചേർത്ത് വായിക്കുമ്പോഴേ ഇതിൻ്റെ ആഘാതം എത്രത്തോളം ഉള്ളത് മനസ്സിലാവൂ. എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. 6 ഡസനോളം വാർത്തകളാണ് ഈ സർക്കാർ വന്നതിനു ശേഷം, റിപ്പോർട്ടർ വാർത്ത സംപ്രേഷണം ചെയ്തതിനു ശേഷം സർക്കാരിന് തിരുത്തേണ്ടി വന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം റിപ്പോർട്ടർ സർക്കാരിനെ തിരുത്തിച്ച വാർത്തകൾ: 1, സണ്ണി ജോസഫിൻ്റെ ബന്ധു നിയമനത്തിൻ്റെ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് റിപ്പോർട്ടറാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യ ദിവസങ്ങളിൽ തെറിച്ച വിക്കറ്റായിരുന്നു സണ്ണി ജോസഫിൻ്റെ അളിയൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ നിയമനം. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനും വൈദ്യുതി മന്ത്രിയുമായി സണ്ണി ജോസഫ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സഹോദരൻ ബെന്നി തോമസിനെ നിയമിച്ച വിവാദം, സഹോദരി ഭർത്താവ് ബെന്നിയെ നിയമിച്ച വിവരം റിപ്പോർട്ടർ ടിവിയാണ് കേരളത്തെ അറിയിച്ചത്. അളിയൻ്റെ രാഷ്ട്രീയ ഭരണപരിചയമൊക്കെ പറഞ്ഞ് നിയമനത്തെ ന്യായീകരിക്കാൻ മന്ത്രി സണ്ണിയും ചില കോൺഗ്രസ് നേതാക്കളും ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ ബെന്നി തോമസിന് രാജിവെക്കേണ്ടി വന്നു. ഞാൻ വെച്ചത് എൻ്റെ പ്രവർത്തനം, മന്ത്രി എന്നതിലുള്ള എൻ്റെ പ്രവർത്തനം കുറ്റമറ്റതാകാൻ, ജനോപകാരപ്രദമാകാൻ, വിജയകരമാകാൻ, ഫലപ്രദമാകാൻ സഹായിക്കുന്ന നല്ലൊരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ്. പൊതുപ്രവർത്തനത്തിൻ്റെ പരിചയസമ്പത്തുള്ള ഒരാളെയാണ്, നല്ല ക്യാരക്ടറുള്ള ഒരാളെയാണ് ഞാൻ. ബെന്നി തോമസ് ഈ വിവാദങ്ങളെല്ലാം ഒക്കെ വന്നപ്പോൾ അദ്ദേഹം ആ വിവാദങ്ങളിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്നെയും മുഖ്യമന്ത്രി അറിയിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ആ ചുമതലയിൽ നിന്നുള്ള രാജിക്കത്ത് നൽകി. തുടർന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയാണ് ദേവസ്വം ബോർഡ് പ്ലീഡറായിട്ടുള്ള സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിക്കൂട്ടിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനായ KB പ്രദീപിൻ്റെ നിയമനം. അസാധാരണമായി സ്പെഷ്യൽ പ്ലീഡറായി KB പ്രദീപിനെ നിയമിച്ച വാർത്ത പുറത്തുവിട്ടതും റിപ്പോർട്ടർ TV. റിപ്പോർട്ടറിൻ്റെ മാധ്യമ ജാഗ്രതയ്ക്കൊപ്പം ശബരിമല സ്വർണ്ണക്കേസ് അട്ടിമറിക്കാനുള്ള കൃത്യമായ തിരക്കഥയാണിതെന്ന് പ്രതിപക്ഷം കൂടി ഉച്ചത്തിൽ പറഞ്ഞതോടെ സർക്കാരിന് വീണ്ടും ടേൺ അടിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം KB പ്രദീപ് രാജിവെച്ചു. അല്ല, അത് മുഖ്യമന്ത്രിയുടെ ഒരു ഡിസ്ക്രിഷണറി പവറിന് ഞാൻ വിട്ടുകൊടുത്തിരുന്നേരെ അദ്ദേഹത്തിന് വയ്ക്കാൻ കാരണം അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള ക്രിമിനൽ ലോയർ എന്നുള്ള നിലയ്ക്ക് ഈ സാധാരണ രീതിയിൽ കേസ് നന്നായി വാദിക്കും എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാൻ വെച്ച് കാണും. അതങ്ങനെയാണ് വെച്ചിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നത്. നിയമനത്തിൽ സതുദ്ദേശത്തോടെ ചെയ്തതാണെങ്കിലും അത് ഭക്തജനങ്ങൾക്ക് സംശയമുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടറിന്റെ ജാഗ്രത തുടർന്നുകൊണ്ടേയിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി VD സതീശൻ സർക്കാർ നിയമിച്ച N ശേഷാദ്രിനാഥൻ സംഘപരിവാർ അനുകൂലിയാണെന്ന ആരോപണം റിപ്പോർട്ടിലൂടെയാണ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉന്നയിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. ആ തസ്തികയിൽ സംഘി താല്പര്യങ്ങളുള്ള ഒരു വ്യക്തി കടന്നു വന്നാൽ അത് എങ്ങനെയും ആകുമെന്ന് നമുക്ക് പറയേണ്ടതില്ലല്ലോ.
തീർന്നില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് ബജറ്റിൽ നികുതി ഇളവ് നിശ്ചയിച്ചതിലെ ദുരൂഹതയും റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. ഫയൽ അസാധാരണ വേഗത്തിൽ നീങ്ങിയതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ റിപ്പോർട്ടർ TV പുറത്തുവിട്ടു. ഇതോടെ അന്തിമ തീരുമാനം UDF എടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന് നിലപാട് മാറ്റേണ്ടി വന്നു. ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. മദ്യനയത്തിൻ്റെ കാര്യത്തിലായാലും ധാതുമണലിൻ്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെൻറ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. ചങ്ങനാശ്ശേരി ക്യാമ്പിലെ ദുരവസ്ഥ പുറത്തു കൊണ്ടുവന്നതും റിപ്പോർട്ട്. ചങ്ങനാശ്ശേരിയിലെ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ച വാർത്തയും റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. ഭക്ഷണം വേണമെങ്കിൽ അപ്പുറത്തെ ക്യാമ്പിൽ പോയി കഴിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെന്ന് ദുരിതബാധിതർ തന്നെ വെളിപ്പെടുത്തി. വീഴ്ച പുറത്തു വന്നതോടെ റിപ്പോർട്ടർ മാധ്യമ സംഘത്തോട് തട്ടിക്കയറുകയാണ് ചങ്ങനാശ്ശേരി MLA വിനു ജോബ് ചെയ്തത്. അപ്പോൾ ഇന്നലെ എത്ര മണിക്കാണ് വന്നത്? രാത്രിയോ? അല്ല ഇവിടെ അതല്ല നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കേ. അല്ലല്ല തിരിച്ച് നിങ്ങൾ ഇവർ രാത്രി ഇന്നലെ 9:30 ഇവിടെ വന്നത്. 4 മണിക്ക് വന്നു. ഞങ്ങൾ 3 മണിക്ക് വന്നതാണ്. 4 മണിക്ക് വന്നതാണ്. ഞങ്ങൾ 3 മണിക്ക് വന്നതാണ്. 9:30 വന്നത് ഒരു പ്രശ്നമല്ല. ഞങ്ങൾ 3 മണിക്ക് വന്നവരാ. എന്നിട്ട് നമുക്ക് കിട്ടിയില്ല. MLA പറയുന്നത് കേൾക്കാൻ പറ്റില്ല. PMCയിലെ മലക്കം മറിച്ചിലും പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ട്. PMCയിൽ പ്രതിപക്ഷ കാലത്ത് പറഞ്ഞതെല്ലാം വിഴുങ്ങി യൂട്ടേൺ അടിക്കാനുള്ള സർക്കാർ ശ്രമത്തിനെതിരെ നിരന്തര മാധ്യമ ജാഗ്രതയാണ് റിപ്പോർട്ടർ പുലർത്തിയത്. UDF യോഗത്തിന് ശേഷം പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞ UDF കൺവീനർ അടൂർ പ്രകാശ് പിന്നാലെ മലക്കം മറിഞ്ഞു. മുസ്ലിം ലീഗ് നേതാക്കളും സമസ്തയുൾപ്പെടെ മതന്യൂനപക്ഷ സംഘടനകളുടെയും എതിർപ്പ് റിപ്പോർട്ടർ TV പൊതുജന മധ്യത്തിൽ ചർച്ചയാക്കി. അതോടെ സർക്കാരിന് നിലപാട് മാറ്റേണ്ടി വന്നു. നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു. സാർ ഞങ്ങൾ വളരെ കൃത്യമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇത് നടപ്പാക്കുന്നു എന്ന ചോദ്യമാണ്. ഞങ്ങൾ നടപ്പാക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. തീർന്നില്ല. കാസർഗോഡ് ലഹരി ഇടപാട്. കാസർഗോഡ് VD സതീശന്റെ സോഷ്യൽ മീഡിയ പേജിന്റെ കോർഡിനേറ്ററായ മുഹമ്മദ് ഹുസൈൻ 139 ഗ്രാം MDMA-യുമായി പിടിയിലായെന്ന വാർത്തയും പുറത്തുവിട്ടത് റിപ്പോർട്ടർ. മുഖ്യമന്ത്രിയുമായി ഇയാൾക്കുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഇതോടെ വാർത്തയുടെ പോസ്റ്റുകൾ മെറ്റയെ തെറ്റിദ്ധരിപ്പിച്ച് നീക്കം ചെയ്യുകയായിരുന്നു സർക്കാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാധ്യമ ജാഗ്രതയുമായി റിപ്പോർട്ടർ മുന്നോട്ട് തന്നെ പോകും. ഒരു സർക്കാരിൻ്റെയും PR വർക്ക് റിപ്പോർട്ടർ ഏറ്റെടുക്കുന്നില്ല. നിരന്തരം സർക്കാരിനെ ഓഡിറ്റ് ചെയ്തും വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചും റിപ്പോർട്ടർ പ്രേക്ഷകർക്കൊപ്പമുണ്ടാവും. നോട്ടീസോ വ്യാജ വാർത്തകളോ കൊണ്ട് തകർക്കാൻ കഴിയുന്നതല്ല റിപ്പോർട്ടർ വാർത്താ സമൂഹത്തിലെ വാർത്താ സഹോദരന്മാരുടെ വാർത്താ വീര്യത്തെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജഫേഴ്സൺ പണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. ഗവൺമെൻറ്റില്ലാത്ത ഒരു കാലത്ത് ഫ്രീ പ്രസ് മാത്രമുണ്ടായിരിക്കുകയും അങ്ങനെയൊരു സാഹചര്യമാണോ, അതല്ല ഫ്രീ പ്രസ് ഉണ്ടായിരിക്കുകയും ഫ്രീ പ്രസ് ഇല്ലാതിരിക്കുകയും ഗവൺമെൻറ് ഉണ്ടാവുകയും ചെയ്യുന്നതാണോ? നിങ്ങൾ ഏതിനെയാണ് പിന്തുണയ്ക്കുക? ഗവൺമെൻറ് ഇല്ല, ഫ്രീ പ്രസ് ഉണ്ട്. ഫ്രീ പ്രസ് ഇല്ല, ഗവൺമെൻറ് ഉണ്ട്. നിങ്ങൾ ഇതിനേതിനെയായിരിക്കും പിന്തുണയ്ക്കുക എന്ന് ചോദിക്കുമ്പോൾ തോമസ് ജെഫേഴ്സൺ പറയുന്നൊരു വാചകം, സർക്കാരില്ലെങ്കിലും സ്വതന്ത്രമായ ന്യൂസ് പേപ്പറുള്ള മാധ്യമപ്രവർത്തകരുള്ള മാധ്യമമുള്ള ഒരു കാലത്തെയാണ് ഞാൻ പിന്തുണയ്ക്കുക എന്നതാണ്. ഇതാണ് തോമസ് ജെഫേഴ്സൺ പറഞ്ഞ വാചകം.
മോദി ചെയ്യുന്നത് VD ചെയ്യില്ല എന്നാണ് പ്രതീക്ഷ. ആൻഡ്രോഗസ്റ്റു. ഒറ്റ കാര്യത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കാറുണ്ട് സാറേ. ഞാൻ വെറുതെ ഈ ChatGPT ഒന്ന് ചോദിക്കായിരുന്നു, ഈ ഒരു ചെറിയ നോട്ടീസ് ടാക്സിന് തരുമ്പോഴൊക്കെ ഈ ടാക്സ് കൊടുക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ അവസ്ഥയൊക്കെ MRF മനോരമേൻ്റെ ആണല്ലോ, ആയിരക്കണക്കിന് കോടി രൂപയുടെ നോട്ടീസാണ് GST ഇവർ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. GSTയിലും കസ്റ്റംസിലൊക്കെ. ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും ഇത് അറിയില്ലാഞ്ഞിട്ടാണോ? MRF ഞാൻ ChatGPT നോക്കിയിട്ട് അതും തീരുന്നില്ല. കാരണം അത്രയും വെറുതെ MRF ഞാൻ ആകെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. MRFിൻ്റെ ടാക്സ് കേസ് ഏതെല്ലാം എന്ന് ചോദിച്ചതാണ്. മനസ്സിലായോ? അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും അറിയില്ലാഞ്ഞിട്ടാണോ? കാരണം ഒരു മാധ്യമ സ്ഥാപനത്തോട് ചെയ്യുന്ന ഒരു മിനിമം മര്യാദയുണ്ട്, മിനിമം മര്യാദ അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഞാൻ ഇനി ഇത് നിയമ നടപടിയായി മുന്നോട്ട് പോകണം തന്നെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഞാൻ ഡിഫമേഷൻ കൊടുക്കും. കാരണം ഇതിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേരിൽ ഇന്ന് വന്ന വ്യാജ വാർത്തകളുണ്ടല്ലോ, ഇന്ന് വന്ന വ്യാജ വാർത്തകൾക്കെല്ലാം ഞാൻ ഡിഫമേഷൻ കൊടുക്കും. അത് ഡിഫമേഷൻ്റെ ഏതറ്റം വരെ പോകണമെന്ന് പറഞ്ഞാൽ ആ അറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഒരു വാചയോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നേരത്തെ അരുൺ സാർ പറഞ്ഞല്ലോ, ഈ 8ാം സ്ഥാനത്ത് കിടന്ന റിപ്പോർട്ടർ TV 1ാം സ്ഥാനത്തെത്തിയത് ഈ രാത്രിയും പകലും ആൻഡോക്സിയും പണിയെടുത്തുകൊണ്ടല്ല. കേരളത്തിലെ എണ്ണം പറഞ്ഞ 10,750 ജേർണലിസ്റ്റുകൾ രാത്രിയും പകലും അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് ഈ 1ാം സ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു വാർത്ത കൊടുക്കുന്ന സമയത്ത് ആൻഡോക്സിനെ അവിടെ പ്ലാൻ ചെയ്താന്ന് വിചാരിക്കുന്ന ഈ പറയുന്ന നേതാക്കന്മാരുടെ ബോധ്യമുണ്ടല്ലോ, അതാദ്യം മാറ്റുക. ഒരു വാർത്ത തിരുവനന്തപുരത്തു നിന്നോ കോഴിക്കോട് നിന്നോ കൊച്ചിയിൽ നിന്നോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അത് ആൻഡോക്സി പറഞ്ഞിട്ടാണോ ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്ക് ഇവിടെ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കെല്ലാം മുതലാളിമാരുണ്ടല്ലോ, ഇല്ലേ? ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ മുതലാളിമാരിൽ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകത ആൻഡോക്സിന് എന്താ ഉള്ളത്? നമ്മൾ 24 വാർത്ത ചെയ്യുന്ന സമയത്ത് ഗോകുലം ഗോപാലനോ അല്ലെങ്കിൽ പിന്നെ ശ്രീകണ്ഠൻ നായരോ അല്ലെങ്കിൽ പറയുന്ന ഭീമാ ഗോവിന്ദനാണെന്ന് പറഞ്ഞിട്ടല്ലോ നമ്മൾ ചെയ്യുന്നത്. ആണോ? ആ വാർത്ത അവർ കൊടുത്താന്ന് വിചാരിക്കുന്നുണ്ടോ? മനോരമയ്ക്ക് മാമൻ മാത്യുവും ജയന്ത് മാമനും ഒക്കെയാണെന്ന് വിചാരിച്ചിട്ടാണോ ചെയ്യുന്നത്? മാതൃഭൂമി ചെയ്യുമ്പോൾ ശ്രേയംസ് കുമാർ പ്ലാൻ ചെയ്യുന്ന വാർത്ത എന്നാണോ വിചാരിക്കുന്നത്? ഏഷ്യനെറ്റിൽ ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ ചെയ്യുന്ന വാർത്തയാണെന്ന് വിചാരിച്ചിട്ടാണോ ഇരിക്കുന്നത്? അവിടുത്തെ മാധ്യമ പ്രവർത്തകരാണ് ചെയ്യുന്നത്, അല്ലേ? ആ ബോധ്യമെങ്കിലും തൽക്കാലം ഈ പറയുന്ന നേതാക്കന്മാർക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. ആൻഡോസിന് അവിടെ മീറ്റ് എഡിറ്റേഴ്സ് കയറില്ല, അവരുടെ അഭിപ്രായം ഇതൊരു സ്വതന്ത്ര ബോഡിയാണ്. ഈ സ്വതന്ത്ര ബോഡിയിൽ എന്തു പറയുന്നു എന്ന് കേട്ടിട്ട് അത് പ്ലാൻഡാണ് എന്ന് വിചാരിക്കുന്നത് അതിനൊക്കെ അപ്പുറമൊന്നുമില്ല. ഒറ്റ കാര്യമുള്ളൂ. എന്നോട് ഇന്നലെ എന്നെ കാണാൻ വന്നൊരു നേതാവുണ്ട്, നിങ്ങളിത് എങ്ങനെയും സെറ്റിൽ ചെയ്യണം എന്ന് പറയും. ഈ വാർത്ത ഇന്നാണല്ലോ വരുന്നത്, ഇത് 3 ദിവസമായി ഞാൻ അറിയുന്നുണ്ട്. ഈ 3 ദിവസമായിട്ട് അറിയുന്നത് മുഴുവൻ ഓപ്പറേഷനാണ്. എങ്ങനെയാണ് ഇത് സെറ്റിൽ? കാരണം ഇത് ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ സെറ്റിൽ ചെയ്തോളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്താണെന്നറിയോ? ഇതിനോട് മുട്ടുമടക്കാനായിരുന്നെങ്കിൽ ഞാൻ ഈ 2020 സാബു കേസ് കൊടുത്തു, റിപ്പോർട്ടർ TV പൂട്ടിക്കാം എന്ന് പറഞ്ഞിട്ട്. രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേസ് കൊടുത്തു. കാരണം BJPയുടെ കയ്യിലാണല്ലോ ലൈസൻസ് ഇറക്കിയിരിക്കുന്നത്. അതിന് ഞാൻ സുപ്രീം കോടതിയിൽ കേസ് എടുത്ത് ഹൈക്കോടതിയിൽ കേസ് എടുത്താണ്. അപ്പം ഇതൊന്നും കണ്ട് പേടിച്ചിട്ടല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം റൺ ചെയ്ത് കൊണ്ടുവന്ന ആൻഡോസിലല്ല, കേരളത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നവരോട് സാറേ, സ്വതന്ത്ര മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റിയ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടർ TV ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള എല്ലാ സാഹചര്യവും ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് നമ്മൾ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല, ഒരാളുടെയും വാർത്ത നമ്മളിവിടെ തമസ്കരിച്ചിട്ടില്ല, എല്ലാ വാർത്തയും കയറും. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇന്നലെ പറഞ്ഞ നേതാവ് പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് തുടങ്ങി കോൺഗ്രസ് നിങ്ങളെ നോട്ടിട്ടിരിക്കുകയാണ്, നിങ്ങൾക്കത് മനസ്സിലാക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് എന്താണെന്ന് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അത് തുടങ്ങി നോട്ട് വിട്ടിട്ടെങ്കിൽ എൻ്റെ പൊന്നു സാറുമാരെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എത്ര നോട്ട് വിട്ടാലും നിയമപരമായി പോകാൻ കഴിയുന്ന സ്ഥലത്ത് ഞാൻ നിയമം വരെ പോയി. അല്ല, നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്തത് അത് നിങ്ങൾ വിധിച്ചോളുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ.